ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വീണ്ടും വരുന്നവനായ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ ആരാധന നമുക്കെല്ലാവർക്കും എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും നിത്യതയ്ക്കുമുള്ള ഒരു മുഖാന്തരമാക്കി ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയം മുഖാമുഖം പരിചയമില്ല എങ്കിലും അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുവാൻ മടിക്കരുത്. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. മീറ്റിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരിക്കൽ കൂടി കർത്താവിനൊന്ന് നന്ദി പറയാം. കഴിഞ്ഞ ഒരാഴ്ച വട്ടം ദൈവം നമ്മളെ നടത്തി. അത് മാത്രമല്ല, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മളെ അറിഞ്ഞ് നമ്മെ അത്ഭുതകരമായി സൃഷ്ടിച്ച, അതിശയമായി സൃഷ്ടിച്ച, അന്ന് മുതൽ ഇന്ന് വരേക്കും വഴി നടത്തിയ ആ കർത്താവിന് ഒരിക്കൽ കൂടി നന്ദി പറയാം. ചെയ്ത പലതും നമുക്ക് ഓർമ്മയില്ല എങ്കിലും ഓർക്കുന്നത്, അത് ഓർത്ത് ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയാം. നമ്മൾ എവിടെയായിരുന്നുവെന്നും ഇപ്പോൾ ദൈവം നമ്മളെ എവിടെ എത്തിച്ചുവെന്നും ഒരിക്കൽ കൂടി ഒന്ന് ഓർക്കാം. ഇനി നമ്മളെ ദൈവം എന്തായി തീർക്കുമെന്ന് അറിയുന്നവൻ ദൈവം നമുക്ക് നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം ആൽഫയും ഒമേഗയുമാണ്. തുടക്കവും ഒടുക്കവും ആ ദൈവമാണ്. ആ തുടങ്ങിയ ദൈവം നമ്മുടെ ജീവിതത്തിലെ ആ നല്ല പ്രവൃത്തിയെ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഇടയാക്കും. ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ആയിരിക്കുന്ന സ്ഥാനങ്ങൾ നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന് കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നമുക്ക് കൊടുക്കുവാനുള്ളത് ആ നന്ദിയും സ്തോത്രവും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കർത്താവ് യേശു ക്രിസ്തു കാലുടെ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി കർത്താവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അങ്ങനെയാണെങ്കിൽ ആ തിരുമുഖത്തേക്ക് നോക്കാം. ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഈ പാട്ട് പാടുമ്പോൾ ദൈവത്തിന് നന്ദി പറയാം. 103 സങ്കീർത്തനം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ ആ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ആ ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ സ്വർഗീയ പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്തു വരാം. ആ പുത്രൻ്റെ നാമത്തിൽ, ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് ഏതു സമയത്തും ആ സന്നിധാനത്തിലേക്ക് അടുത്തു വരുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് താൻ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരുമിച്ച് ചേർന്ന് നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. ഈ മീറ്റിംഗ്, ഈ യോഗം നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. ഒരു പാട്ട് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം.
നന്ദിയോ
Hallelujah, hallelujah, hallelujah. ആമേൻ. ഇന്ന് കർത്താവിന് നന്ദി പറയാം, ദൈവത്തിന് യേശുവിന് നന്ദി പറയാം. കർത്താവ് എത്ര നല്ലവനെന്ന് തിരിച്ചറിയുമ്പോൾ ഹാലലുയ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. നമ്മൾ വെറുതെ പറയുന്നതല്ല, നമ്മൾ വെറുതെ ഹാലലുയ പാടുന്നതല്ല. യേശു നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നല്ലവനായി ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആ കർത്താവിന് സ്തോത്രം ചെയ്യും. അനേകർക്ക് കിട്ടാത്ത ഒരു മഹാഭാഗ്യത്തിൻ്റെ പദവിയിലാണ് കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. നമ്മുടെ ഓരോ ചെറിയ ആവശ്യത്തിൽ പോലും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് അറിയുവാൻ നമുക്കിടയാക്കിയ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. നമ്മൾ അനാഥരല്ല, നമ്മൾ ഓർഫൻസ് അല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, നിങ്ങളെ ഞാൻ കൈവിടാത്ത ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് ആമേൻ, അവൻ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ ദൈവമക്കളുണ്ടെങ്കിൽ ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. കർത്താവേ, അവിടുന്ന് നല്ലവനും വല്ലഭനുമായി ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, യേശു നല്ലവൻ മാത്രമല്ല, യേശു വല്ലഭനുമാണ്. ഹി ഈസ് ഓൾസോ ഓൾമൈറ്റി. ഹല്ലേലൂയ. അങ്ങനെ ഒരു കർത്താവാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ഏത് വിഷയമാണെങ്കിലും അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, അതിനെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ദൈവമുണ്ട്. അവന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഇന്ന് സ്തുതികളിൽ വസിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത് ഹല്ലേലൂയ. നമ്മുടെ സ്തുതി ദൈവ സന്നിധാനത്തിലേക്ക് വരുമ്പോൾ when your praises goes up, നമ്മുടെ ഹൃദയത്തിലുള്ള സ്തുതി, നമ്മുടെ ഹൃദയത്തിലുള്ള പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ധൂപയാഗമായി കയറി ചെല്ലുമ്പോൾ ദൈവത്തിന് ദൈവ സാന്നിധ്യം ആമേൻ വെളിപ്പെടുന്നത്. ആമേൻ, ദൈവത്തിന് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ സ്തുതിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ മധ്യേ യേശു കടന്നു വരും. ആമേൻ, ദൈവം കടന്നു വരും. ഹല്ലേലൂയ. യേശുവിൻ്റെ സാന്നിധ്യമാണ് ആമേൻ ഇന്ന് നമ്മുടെ മധ്യേ കർത്താവ് വെളിപ്പെടുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാം. സർവ്വമഹത്വത്തിനും ആമേൻ ആ ദൈവം യോഗ്യനാണ്. ആ ദൈവത്തെ പാടുവാൻ, ആ ദൈവത്തെ സ്തുതിക്കുവാനാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ മധ്യേ കടന്നു വരുന്ന ദൈവ സാന്നിധ്യത്തിനായിട്ട് ആവശ്യമുള്ളവർ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്ര പേരെന്ന് പറയും, കർത്താവേ, we need your presence Lord, we need your grace O Lord. സ്വർഗത്തിലിരിക്കുന്ന മാത്രമിരിക്കുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. 2-3 കൂടിയാൽ 2 or 3 gather together, Jesus said, I will come in your midst. Hallelujah. സ്വർഗം വിട്ട്, സ്വർഗം വിട്ട് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്നോടുകൂടി വസിക്കുവാൻ ഹല്ലേലൂയ താല്പര്യപ്പെട്ട ദൈവത്തെ ആരാധിക്കുന്നത്. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ ആ ദൈവത്തിൻ്റെ കീർത്തനം എൻ്റെ ആമേ സ്വതം ദൈവത്തിൻ്റെ കീർത്തനം ആമേ അവൻ്റെ മൊഴികൾ എൻ്റെ കീർത്തനമാണ്, എൻ്റെ സങ്കീർത്തനമാണ്. ആ ദൈവത്തിലാണ് എൻ്റെ ആശ്രയം. ആമേൻ, ആശ്രയം പൂർണ്ണമായിട്ടും കർത്താവിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ എല്ലാ ചിന്തകളെയും വിട്ടുകൊണ്ട്, നമ്മുടെ എല്ലാ ഭാരങ്ങളെയും വിട്ടുകൊണ്ട്, എല്ലാ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാം വിട്ടുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇന്നും കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്, ഇന്ന് കരുണയുള്ള കണ്ണുള്ള ഒരു പിതാവിനെയാണ് ആരാധിക്കുന്നത്. എൻ്റെ സ്വാറയായിരിക്കുന്ന കർത്താവിനാണ് ഞങ്ങൾ ഇന്ന് ആശ്രയിക്കുന്നത്. ഇന്ന് പാറയ്ക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, ആ രക്തത്തിൻ്റെ മറയിൽ മറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ശത്രുവിന് നമ്മുടെ ജീവിതത്തിന് മേൽ കടന്നു വരാൻ കഴിയത്തില്ല. ഒരുമിച്ച് ചേർന്ന് ആ കർത്താവിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം. സ്തോത്രം. സ്തുതികളിന്മേൽ വസിക്കുന്നവനേ, സർവ്വമഹത്വത്തിൻ യഹോവയേ. സ്തുതികളിന്മേൽ വസിക്കുന്നവനേ, സർവ്വമഹത്വത്തിൻ യഹോവയേ. ഓ പാടുവേ നിൻ ദയയെ ദിനവും ആരിടത്തിൽ എൻ യാത്രയതിൽ. ഓ പാടുവേ നിൻ ദയയെ ദിനവും ആരിടത്തിൽ എൻ യാത്രയതിൽ. സ്തുതികളിന്മേൽ വസിക്കുന്നവനേ, സർവ്വമഹത്വത്തിൻ യഹോവയേ. സ്തുതികളിന്മേൽ വസിക്കുന്നവനേ, സർവ്വമഹത്വത്തിൻ യഹോവയേ. പാടുവേ നിൻ ദയയെ ദിനവും ആരിടത്തിൽ എൻ യാത്രയതിൽ. പാടുവേ നിൻ ദയയെ ദിനവും ആരിടത്തിൽ എൻ യാത്രയതിൽ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലോന്നതനേ. നാദങ്ങൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ.
സ്തുതി സ്തുതികളിൽ ചെയ്ത Thank you, Lord. Every blessings, every day. സിംഹങ്ങൾ വിഷപ്പാമ്പുകൾ സിംഹങ്ങളാലറിയിലോ ബാലസിംഹങ്ങൾ വിഷപ്പാമ്പുകൾ സാവിട്ടി തലമേതിച്ചിരുന്നു ഓ അവയിലും ജയം നേടുമേ അവയിലും ജയം നേടുമേ സാവിട്ടി തലമേതിച്ചിരുമേ അവയിലും ജയം നേടുമേ അവയിലും ജയം നേടുമേ വിട്ടി തലമേതിച്ചിരുമേ അവയിലും
ശൈലമവൻ സംവേദനം കോട്ടയും സഹായ ശൈലമവൻ സംവേദനം കോട്ടയും നടുനീടുന്നില്ലായ ഞാൻ പേര് ജെയ്മോൻ. കോട്ടയം പട്ടണത്തിൽ തന്നെ ജനിച്ചു വളർന്ന് അയർക്കുന്നതാണ് എൻ്റെ സ്വന്തം സ്ഥലം. വൈഫ് റിയ തിരുവല്ലയാണ്. ഞങ്ങൾ എന്നെ രക്ഷയിലേക്ക് നടത്തി എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ക്രിസ്തുവിൽ എന്നെ വഴി നടത്തിയ ആവിക്കുറിയ തകപ്പെന്ന് തമിഴ് പറയും സ്പിരിച്വൽ ഫാദർ സാർക്ക് இந்த സാറ് ശരവണൻ സാർ தான். തമിഴും മലയാളവും എല്ലാം കളന്ന് മിക്സ് ചെയ്ത് പോകുന്നു. ചിലർക്കൊക്കെ എന്നെ അറിയാമെന്ന് തോന്നുന്നു. ഈ ബ്രദറിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെയോ. അതെ 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 മൈക്കിൾ പാസ്റ്ററിനെ അറിയാം. ഞങ്ങൾ കുടുംബമായിട്ട് ഓസ്ട്രേലിയയിലായിട്ട് 10 വർഷത്തിലായി. കർത്താവിൻ്റെ കൃപയാൽ 3 കുഞ്ഞുങ്ങൾ, ഗ്ലോറിയ, ഹന്ന, ഡാനിയൽ. വേലയോടനുബന്ധിച്ച് ചെറിയ ശുശ്രൂഷകൾ അവിടെ ചെയ്യുന്നു. ശരവണൻ സാറുമായിട്ടുള്ള ഫെലോഷിപ്പിൽ ദൈവം കൃപയാൽ ഇപ്രാവശ്യം ഒരു എമർജൻസി ലീവിന് വന്നതാണ്. പക്ഷേ കർത്താവ് എല്ലാം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. About Jaimon, he told very shortly, for the glory of God. അതായത് ഇപ്പോൾ എനിക്ക് ഏകദേശം മലയാളം അറിയാമല്ലോ. അപ്പം ജെയ്മോനെ പറയാൻ സോ ജെയ്മോണും അങ്ങനെയാണ്. ജെയ്മോണും ഇപ്പം റോണി വന്നതുപോലെ റോണിയും അങ്ങനെയാണ് പരിചയമായത്. റോണി എൻ്റെ ഫ്രണ്ട് കോളേജിൽ. അപ്പം കാരുണ്യയിൽ എംടെക് പഠിക്കുന്ന സമയം എൻ്റെ പേര് ശരവണൻ, റോണി പേര് റോണി തോമസ്. അപ്പം റോണിയോട് കൂടി യേശുവെ കുറിച്ച് സംസാരിച്ചു. അവൾക്ക് ആൾറെഡി ഒരു എക്കോ വരുന്നുണ്ട്. സോ ആൾറെഡി എല്ലാം അറിയാം. അങ്ങനെ ഒരു പരിചയമായത് കൊണ്ട് റോണിയുടെ മദർ എപ്പോഴും പറയുന്നുണ്ട് റോണിയോട് കൂടെ, എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്, അവനെ എന്നേരമും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത്ര പ്രാർത്ഥിക്കണം. അപ്പം എന്നേരം ഏത് സമയം പ്രാർത്ഥിക്കുന്നുണ്ട് എങ്ങനെയോ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് റോണിയുടെ അമ്മ പറഞ്ഞു, ആ ഫ്രണ്ടോട് ഫ്രണ്ട്ഷിപ്പ് വച്ചാൽ മതി, എന്നെങ്കിൽ റോണിൻ്റെ കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ട്. ഡെയിലി ഈവനിങ് ആയാൽ സിഗരറ്റ് അടിച്ചിട്ട് റോണിയൊക്കെ പുറത്ത് പോകും, ഞാൻ കാണും റോണിയെ. അപ്പം റോണി എന്നോട് കൂടെ പരിചയമായി, ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഞാൻ ബിടെക് മാത്രം നല്ല രീതിയിൽ പഠിച്ചു, എംടെക് അത്ര പഠിച്ചില്ല, സമയം കിട്ടിയില്ല. എപ്പോഴും പ്രാർത്ഥനയ്ക്കും പിന്നെ ശുശ്രൂഷയ്ക്കും വിളിക്കും, ചില പ്ലേസിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ പോകും. അപ്പം ഞാൻ ഒരു 2 ഇയേഴ്സ് എംടെക്കെന്ന് പറയാൻ പറ്റില്ല, 2 ഇയേഴ്സ് ചെറിയ ശുശ്രൂഷ ചെയ്ത്, അങ്ങനെയാണ് പറയണം. ആ സമയം റോണി പരിചയമായതുകൊണ്ട് റോണി എനിക്ക് ഡൗട്ട് കേൾക്കും, എംബഡഡ് സിസ്റ്റേഴ്സിനെ ഒന്ന് ഡൗട്ട് പറയാമാണ്. എനിക്കും ഒന്നും അറിയില്ല ആ സമയം. ഞാൻ ജസ്റ്റ് എക്സാമിന് മുൻപ് പഠിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ റോണിനെ പോയിട്ട് കോൺഫിഡൻസ് വരും. ഒരാൾ നമുക്ക് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഒരു പ്രൈഡല്ല, ഒരു ഹാപ്പിനെസ് വരില്ല. നമുക്ക് പോയി പറിച്ച് കൊടുക്കാൻ പോയി ഞാൻ റോണിനെ പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ ഞാൻ പഠിക്കും. അങ്ങനെ പഠിപ്പിച്ച് റോണിയോട് ഫ്രണ്ട്ഷിപ്പായി, റോണി രക്ഷപ്പെട്ടു. അത് വേറെ ഒരു ലെവൽ. അത് കറക്റ്റായിട്ട് റോണി വന്നത് വെച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു. ബട്ട് ജെയ്മോൻ എന്ന് പറയുമ്പോൾ ജെയ്മോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനെങ്കിൽ
ഞാൻ ഗോസ്പൽ അല്ലെങ്കിൽ ഇങ്ങനെ ആരോടും കൂടെ പറഞ്ഞാൽ ഗാഡ്സ് ഗ്രേസിൽ അവർ പെട്ടെന്ന് ഏറ്റെടുക്കും. അങ്ങനെ ഇതായിട്ടുണ്ട് ആ സമയത്തിന്. ഇപ്പം ചിലരോട് പറയുമ്പോൾ അവർ ഏറ്റെടുക്കും, റെഫ്യൂസ് ചെയ്യുന്നില്ല. അവരുടെ ഇഷ്ടം അനുസരിക്കാനതും യേശു ഏറ്റെടുക്കാനതും അവരുടെ ഇഷ്ടം, അത് വേറെ പ്രശ്നമല്ല. ബട്ട് ജയ്മോൻ പറഞ്ഞത്, സാർ പറഞ്ഞതെല്ലാം ശരിയാണ്. ജയ്മോനെ ഒരു കൗൺസിലിംഗ് വേണ്ടി വിളിച്ചായിരുന്നു, ശരിയാണ്. എങ്കിലും ഞാൻ ക്രിസ്ത്യനാണ്, അതും പറഞ്ഞു. ഓർത്തഡോക്സെന്ന് പറഞ്ഞു. ഓർത്തഡോക്സ് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓർത്തഡോക്സിന് വലിയൊരു ഭയങ്കര പെൻറ്റക്കോസ്റ്റൽക്കായിട്ടും ഭയങ്കര ക്രിസ്ത്യൻ ഞാൻ വിചാരിച്ചു. ബിക്കോസ് ആ സമയത്ത് എനിക്ക് ഓർത്തഡോക്സിൻ്റെ വേർഡിന് മീനിങ് മാത്രമേ അറിയാം. അപ്പം പിന്നെ എനിക്ക് അറിയാം, മനസ്സിലായി ഓർത്തഡോക്സ് മറ്റെല്ലാം ഓരോരോ ട്രഡീഷണലായി പോയി എന്ന്. അപ്പം ജയ്മോനെ അങ്ങനെ പറഞ്ഞിട്ട് പോയി. അപ്പം എനിക്ക് ഇതിനെ വരാൻ പറ്റില്ല സാർ, എനിക്ക് സാർ പറഞ്ഞതൊക്കെ ഓക്കെ, റെസ്പെക്റ്റായിട്ട് പറഞ്ഞു, അത്രേ. റെസ്പെക്ട് കൊടുത്തത് വലിയ വിഷയമായി. അത്ര പീക്കായിട്ട് ഇരുന്നത് 30 അരിയർ വെച്ചിട്ടിരുന്ന നോ പ്രോബ്ലം നോ. സോ വലിയ കേസൊക്കെ 2 കേസായിരുന്നു എനിക്ക് പറഞ്ഞു. കൊച്ചിയിലൊരു കേസ്, ബാക്കി എല്ലാ അടിയും തള്ളും അങ്ങനെ ആയിരുന്നു കാരുണ്യയിൽ. അപ്പോൾ ഞാൻ കാരുണ്യയിൽ പഠിക്കുന്ന സമയമാണ് റോണിയൊക്കെ പരിചയം. ഞാൻ വർക്ക് ചെയ്തു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട്. ആ സമയം ഒരു കൗൺസിലിങ്ങിന് വേണ്ടി ഒരു HOD ഏൽപ്പിച്ചു വിട്ടു ജയ്മോനെ. അപ്പം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി. അതെന്നെ അത് ഇച്ചിരി കൂടെ ഒരു കർട്ടസി ഇല്ല. ക്രിസ്ത്യൻ പറയുക സാർ ഏറ്റെടുത്തു, ഓക്കെ സാറിന് സ്മൈലിംഗ് ആയിട്ട് പോയാലും എനിക്കിത് പറ്റില്ല സാർ, അങ്ങനെ ഏതോ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി. അപ്പം അത്രേ എനിക്കറിഞ്ഞു. ഞാൻ ജസ്റ്റ് എൻ്റെ സാക്ഷ്യം പറഞ്ഞു, ഗാസ്പൽ പറഞ്ഞു. ബട്ട് ഒരു മാസം 2 മാസം ശേഷം വന്നത് ജയ്മോൻ എന്നെ തേടി വന്നു. അപ്പം ഞാൻ ഏതോ ഒരു നോട്ട്സ് എഴുതി കൊണ്ടിരുന്നെന്ന് തോന്നുന്നു. ഞാൻ സാറോട് ഐ വോണ്ട് ടു ടോക്ക് ടു യു സാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ബിസി ആണ് പറഞ്ഞു, എനിക്കിഷ്ടമല്ല ജയ്മോനോട് സംസാരിക്കാൻ. അപ്പോൾ അവൻ പോയി. പിന്നെ 2ാം പ്രാവശ്യം എവിടെയോ വെച്ച് മീറ്റ് ചെയ്തു. അപ്പോൾ ഞാനും കോളേജിലായിരുന്ന സമയം ഇച്ചിരിയൊക്കെ തള്ളുന്നതൊക്കെ ചെറിയ ഫൈറ്റ്സ് ചെയ്തതുണ്ട്. ബട്ട് ജയ്മോൻ കൂടുതൽ ചെയ്യുക കാരുണ്യയിൽ. അപ്പോൾ എനിക്ക് അവൻ്റെ മേലെ ഇച്ചിരി ഇമേജ് പോയി. പിന്നെ എന്നാ അങ്ങനെയൊക്കെ പോയി. ബിക്കോസ് എനിക്ക് കൂടുതൽ ബഹുമാനീയമായിട്ട് ഒരു സാറുണ്ട്, സെൽവരാജ് സാറിന് ഒരു സാറ് എന്നെ പോലെ ഒരു തെലുഗു ഫാമിലിയിൽ നിന്ന് കാത്തലിക്കായിട്ട് മാറി, പിന്നെ കാത്തലിക്കിൽ നിന്ന് എനിക്ക് ഈ സ്പിരിച്വൽ വന്ന സാറാണ്. സാറിന് അപ്പം 65-66 ഇയേഴ്സ്. സാറും ജയ്മോണിയും ഒരു പ്രാവശ്യം കണ്ട്, സാർ അത്ര വലിയ ഒരു ഡയറക്ടറായിട്ടിരുന്ന സാറ് ജയ്മോൻ്റെ കയ്യെ പിടിക്കുന്ന ഒരു സീൻ കണ്ടു. ആരെയോ അടിക്കാൻ പോവുക ജയ്മോൻ, തള്ളാൻ പോവുക. അപ്പോൾ സാറ് ജയ്മോൻ്റെ കയ്യെ പിടിക്കുക, ജയ്മോൻ സാറിൻ്റെ കൈ ഇങ്ങനെ ഇട്ടിട്ട് പോയി അടിക്കാൻ പോയത്. അത് കണ്ടിട്ട് എനിക്ക് ഇച്ചിരി കൂടുതൽ ഇമേജ് ഡാമേജ് ആയി. അപ്പോൾ ഇവനെന്നെ വലിയ ആളുമാണ്, നമുക്കൊന്നും സംസാരിക്കാൻ വേണ്ട, ഞാൻ വിട്ടു. അപ്പം ഈ ഒരു മാസം കളിച്ച് വരുമ്പോൾ ആ ഇമേജ് ആയിരുന്നു. സെൽവരാജ് സാറിനെ കൂടെ റെസ്പെക്റ്റ് ചെയ്യില്ല. ഡൗ ഡിപ്പാർട്ട്മെൻറ്റ് HOD വന്നു, അവരും പിടിക്കാൻ പോയ എല്ലാവരും ഇവരൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നു. ലൈക്ക് ദാറ്റ് ഐ ഹാഡ് എ ഇമേജ്, അങ്ങനെ ആയത്. അപ്പം ലഞ്ച് പീരീഡിൽ 2nd ടൈം ജയ്മോൻ കണ്ടിട്ട് 3rd ടൈം പോകുന്ന സമയം സാർ ഇങ്ങനെ മറച്ചു മീൻസ് ഹി സ്റ്റോപ്പ്ഡ് മീ. ഒരു മിനിറ്റ്, ജസ്റ്റ് 1 minute ഐ വോണ്ട് ടു ടോക്ക് ടു യു. 1 minute 2 minutes സംതിങ് വെരി ക്രിസ്പ്ലി ഹി ടോൾഡ്. ജസ്റ്റ് സാറിന് മാത്രം പറഞ്ഞിട്ട് പോകും. എന്നോട് പറയാൻ ജയ്മോൻ എന്ന കാര്യം എനിക്ക് അറിയില്ല. അപ്പം ജയ്മോൻ പറഞ്ഞു സാറിന് മാത്രം പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ആ കാരുണ്യയിലെ ബെഥസ്ത എന്ന് പറഞ്ഞ ആ പ്രയർ ഡൂമിനും കാരുണ്യ യൂണിവേഴ്സിറ്റിൻ്റെ ബിൽഡിങ്ങിനും സെൻറ്റർ ഒരു ബൈക്ക് ഷെഡുണ്ട്. അവിടെ വെച്ചാണ് ജയ്മോൻ എന്നോട് പറഞ്ഞു. സാർ അന്ന് പറഞ്ഞത് ഇങ്ങനെ ആരും എന്നോട് സാക്ഷ്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞില്ല, സാർ പറഞ്ഞ സാക്ഷ്യമൊക്കെ കേട്ടു, അത്രയേ. ബട്ട് എനിക്ക് ഒരു സംഭവം നടന്നു, അങ്ങനെ എനിക്ക് ഓർമ്മയുള്ളത് അത്രയാണ്. അപ്പം ഇവിടെ പോയിട്ട് ഏതോ ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. അപ്പോൾ ഒരു സൗണ്ട് എൻ്റെ കാതിൽ കേട്ടു, നിൻ്റെ യുവർ ലൈഫ് ആൻഡ് യുവർ ഡെത്ത് സംതിങ് ഈസ് എക്സ്ട്രാഡിനറി സൗണ്ട് ഐ ഹിയർഡ്. അത് ജയ്മോൻ തന്നെ പിന്നെ എക്സ്ട്രാഡിനേഷൻ ടൈമിൽ പാസ്റ്റർ ജയ്മോനോടൊക്കെ പറഞ്ഞാൽ അവർ പറയും. ആ സൗണ്ട് മാത്രം കേട്ട് സാറേ. പിന്നെ ഞാനത് കേട്ടിട്ട് വീട്ടിന് വരുന്ന സമയം എനിക്ക് ഒരു TV ഒരു പ്രീച്ചറിൻ്റെ പ്രോഗ്രാമും കണ്ടു. അവരും അങ്ങനെ പറഞ്ഞു, ജീവനും മരണവും തിരഞ്ഞെടുക്കുക, അങ്ങനെയൊക്കെ ഒരു സൗണ്ട് അവിടെയും പ്രീച്ച് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ ബൈബിളൊക്കെ തൂശി തട്ടി എടുത്തു പെട്ടെന്ന് നോക്കിയപ്പോൾ അതേ വേർഡ്സ് സംതിങ് അങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊരു പേടിയായി. എനിക്ക് കൂടി ഇത്ര ഒരു സമീപമായിട്ട് ഒരു എക്സ്പീരിയൻസ് കിട്ടിയില്ല. അപ്പോൾ ജയ്മോൻ പറഞ്ഞു വെച്ചിട്ട് അപ്പം അവന് പറഞ്ഞതിന് അതിനെക്കാട്ടിലും അതൊരു എക്സ്പീരിയൻസ് ആയാലും അതിനെക്കാട്ടിലും അവൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു മാറ്റ് പായും ബെർഗ്മാൻസ് ഫാദർ ബുക്കാണ് ഞാൻ
പണ്ടൊക്കെ പെന്തക്കോസ്റ്റ് ചർച്ച് പോയ സമയം പഠിക്കുന്നത് ബൈബിളും. അപ്പോൾ അവന് പറഞ്ഞത് എനിക്ക് ഒരു പായും ബൈബിളും മതി, വേൾഡിൽ വേറെ എതും വേണ്ട, ജീസസാണ് സാർ എനിക്ക് എല്ലാം. ഇപ്പം ജീസസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇച്ചിരി കണ്ണുനീർ വരാൻ തുടങ്ങി. അത്ര എമോഷണൽ പെട്ടെന്നാകുന്നില്ല, ചിലപ്പോൾ എമോഷണലായി. അതെങ്ങനെ ഇത്ര ഒരു ട്രാൻസ്ഫോർമേഷൻ 2 months സംതിങ് ഹസ് ഹാപ്പൻഡ്. ഐ ഡെൻറ്റ് ഡു. സോ ഹീ മേ ടെൽ, അവന് പറയാം സാറ് എനിക്ക്, ഞാൻ ജസ്റ്റ് ഗാസ്പൽ പറഞ്ഞു അത്രേ. ബട്ട് ഗാഡ് ലവ്സ് ഹിം. ഗാഡ് ഓൺലി ഡയറക്റ്റായിട്ട് അവൻ്റെ ഇൻ്റർവെൻ ചെയ്തു. പിന്നെ അവൻ്റെ അരിയേഴ്സ് അതിൻ്റെ വേണ്ടി ഒരു കെയറിങ് ഗാഡ് കൊടുത്തിട്ടുണ്ട്. അത്രേ. ആരെ കണ്ടാലും അവർ പഠിത്തം വേണ്ടെങ്കിൽ പഠിത്തം ചെയ്തു കൊടുക്കണം. ഇത് ഞാൻ ജസ്റ്റ് ഒരു ആലോചനയായിട്ട് പറയാം. ജീസസ് 2 കമാൻഡ്മെൻറ്റ്സ് പറഞ്ഞു. ഒന്ന്, നമുക്ക് ജീസസിനുള്ള ഒരു വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്. അതിൽ പ്ലസ് ആൻഡ് മൈനസ് വരാം, നമുക്ക് ചിലപ്പം തെറ്റ് ചെയ്യാം, ക്ഷമ ചോദിച്ചിട്ട് റെഡി ആകണം, ഓക്കെ, അത് വേറെ. സെക്കൻഡ്, നമുക്കും മറ്റവർക്കുള്ള ഒരു ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ്. ഇത് കൂടുതൽ ക്രിസ്ത്യൻസ്, എസ്പെഷ്യലി പ്രസൻറ്റ് പെന്തക്കോസ്റ്റൽ ക്രിസ്ത്യൻസ് ഇഗ്നോറിങ് ചെയ്യുന്നില്ല. ഫെലോഷിപ്പ് മറ്റവരെ കൊണ്ടുവരണം, ആ സ്നേഹമാണ് മറ്റവർ കൊണ്ടുവരും. ആ ചിന്ത വന്നാലേ ജീസസ് ഇത് ചെയ്യും. എനിക്ക് ഇതുകൊണ്ട് മാത്രം പ്രോഫറ്റിക്കലായി ഞാൻ പറയാം, ആ ചിന്ത വേണം. ഞാൻ, എൻ്റെ ഫാമിലി, എനിക്ക് കർത്താവ് ബ്ലെസ്സിങ് കിട്ടണം, എനിക്ക് ട്രൂത്ത് കൂടുതൽ കിട്ടി എന്നാ ചെയ്യാൻ പോകുക? കൂടുതൽ ബ്ലെസ്സിങ് കിട്ടി എന്നാ ചെയ്യാൻ പോകുക? ട്രൂത്തും ബ്ലെസ്സിങ്ങും എല്ലാം കിട്ടി പോർ ഔട്ടായി മറ്റവരുടെ അത് ബ്ലെസ്സിങ് ആയിട്ട് തീരണം. അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു മുറി. അപ്പം ഞാനും ബ്രദർ, എൻ്റെ രാംകുമാർ ബ്രദർ, അവർ എൻ്റെ ഫ്രണ്ട്, അവർ അതിൻ്റെ സാക്ഷി ഇനിയൊരു പ്രാവശ്യം പറയാം. കോളേജിൽ പഠിക്കുന്ന സമയം രക്ഷപ്പെട്ടു. അപ്പോൾ അവരും ഞാനും ഒരു റൂം എടുത്തിട്ട് അവിടെ പഠിപ്പിക്കാൻ പോവാം. ഞാൻ കാരുണ്യ പോകും, ബ്രദർ കർപ്പകം കോളേജിൽ പോകും. ആ മുറിനെ ഞാൻ ജയ്മോനെ വരുത്തി കൊണ്ടുവന്നിട്ട് ജയ്മോൻ്റെ അച്ഛൻ എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, സാർ തന്നെ എങ്ങനെയായാലും. ജയ്മോൻ്റെ അച്ഛൻ വന്നു അവിടെ കോളേജിൽ. എന്ത് വേണ്ടിയെങ്കിൽ അവൻ്റെ മേലെ ഒത്തിരി പ്രാതെല്ലാം സോൾവ് ചെയ്യാൻ വന്നു. അപ്പവും ജയ്മോൻ ഇത്തിരി എമോഷണലായി. അവിടെ ഒരു കേരള സാറുണ്ട് കാരുണ്യയിൽ. ആ സാറ് ശരിയില്ല സാർ, ഞാൻ അവനെ ഇപ്പം രക്ഷയ്ക്ക് വന്നു, അങ്ങനെ ചെയ്യരുത് ജയ്മോൻ, അങ്ങനെയൊക്കെ കൺസോൾ ചെയ്തു അവന്. ബിക്കോസ് രക്ഷ വന്ന ശേഷം ജസ്റ്റിസ് ഇല്ലെന്ന് തോന്നുമ്പോൾ കൂടുതൽ എമോഷണലായി. അവൻ്റെ ജസ്റ്റിസ് കറക്റ്റായിട്ട് കിട്ടിയില്ല. എങ്കിലും 2 years പെൻഡിങ് ആയിട്ട് അവർ കൊടുക്കാൻ പോയി. ആ 2 years അവൻ എടുത്ത് എൻ്റെ മുറിക്ക് വന്നു. ഞാനും രാംകുമാർ ബ്രദറും അവിടെ താമസമായിരുന്നു. ആ മുറിനെ വന്നു താമസിച്ച് അത്ര പേപ്പറും ക്ലിയർ ചെയ്തു. എനിക്ക് ആ സമയം മാരേജായി, ഞാൻ ആ മുറിയിൽ നിന്ന് പോയി, ഫാമിലി ആയിരുന്നു. രാംകുമാർ ബ്രദർ ഓൾറെഡി മാറി. ജയ്മോൻ്റെ ട്രാൻസ്ഫോർമേഷൻ അങ്ങ് തുടങ്ങി. അവനാണ് മുറിയൊക്കെ എല്ലാം ക്ലീൻ ചെയ്തു, പായൊക്കെ പ്രാർത്ഥനയെ വരുന്നവരെ വെൽക്കം ചെയ്തു. പുതിയ ജയ്മോനായിട്ട് മാറി. ഇന്നും കൂടെ അവർ പറയുക ഫെലോഷിപ്പിൽ ഉണ്ടെങ്കിലും ട്രിഗർ ചെയ്യുന്നത്, ഇമ്പോർട്ടൻറ്റ് ടൈമിൽ ഡയറക്ഷൻ ചെയ്യുന്നത് ഡയറക്ടറായിട്ട് ജയ്മോനാണ് ചെയ്യുന്നത്. സെയിം തിങ് ആണ് രാംകുമാർ ബ്രദർ ഒരു എൽഡർലി അവർ ചെയ്തതുപോലെ ജയ്മോൻ അങ്ങനെ വന്നാണ്. ഇങ്ങനെ ട്രൂ ലൈഫ് ഫ്രണ്ട്സ് എന്ന് ഒരു പ്രയർ സെല്ല് ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അതിന് കൂടുതൽ ബ്ലെസ്സിങ്സ് എല്ലാവരെയും ആണ്ടവർ ജീസസ് എല്ലാവരെയും ബ്ലെസ് ചെയ്തിട്ടുണ്ട് ഭൗതികമായിട്ടും. അതിൽ പ്രധാനമായിട്ട് ജയ്മോനും റിയാവും ഓസ്ട്രേലിയയിലെ നല്ല പൊസിഷനുണ്ട്. പ്ലസ് ആൻഡ് മൈനസ് വരും, ചിലപ്പം റെസഷൻസ് ഒക്കെ വരും. എങ്കിലും ഗാഡ് വിൽ ബ്ലെസ് യു മോർ വാട്ട് എവർ ഹാപ്പൻസ്. ബട്ട് ദ സെയിം കൺസിഡറേഷൻ, സെയിം കെയർ വി ഷുഡ് ഹാവ് ഓൺ അതേഴ്സ്. അങ്ങനെയൊക്കെ ഒരാളാണ് ജയ്മോൻ. അതിനെക്കുറിച്ച് പറയാനേ ആണ് വന്നു. പ്രൈസ് ദി ലോർഡ്. ഗാഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. വളരെ ചുരുക്കമായിട്ട് പുതുതായിട്ട് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ പറ്റി ചില കാര്യങ്ങൾ കർത്താവ് കേൾക്കുവാനിടയാക്കിയതിന് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എന്ന് പറഞ്ഞാലും ഞാനും കർത്താവിനെ അറിയാതെ നടന്ന വ്യക്തിയായിരുന്നു. ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നപ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിനെപ്പറ്റി വ്യക്തമായി കർത്താവ് അറിയുവാനിടയാക്കിയത്. അതുവരേക്കും മറ്റുള്ളതൊന്നും വ്യത്യസ്തമല്ല. പലപ്പോഴും നമ്മൾ പലരും ജാതികൾ, ജെൻറ്റൈൽസ് എന്ന് പറയുന്ന എല്ലാവരും ജെൻറ്റൈൽസ് ആയിരുന്നു, എല്ലാവരും ജാതികളാണ്. അല്ലാത്തവർ യഹൂദന്മാർ മാത്രമേ, ബാക്കി എല്ലാവരും കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടവർ മാത്രമേ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന് പറയാൻ കഴിയൂ. ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ അഭിഷേകം പ്രാപിച്ച വ്യക്തികൾ, ക്രിസ്തുസ് എന്ന് പറഞ്ഞ അഭിഷേകം ആ ആത്മാവിനെ ഉള്ളിൽ പ്രാപിച്ച വ്യക്തികളെയാണ് കർത്താവ് തൻ്റെ സഭയിൽ ചേർത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കേൾപ്പിച്ച തന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മധ്യേ കടന്ന് കർത്താവ് കൂട്ടി വ്യക്തി ജയൻ ബ്രദറിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥന. ഐ താങ്ക് ഗോഡ് ഫോർ ഡിയർ രാംകുമാർ. ഐ തിങ്ക് ഹിസ് നെയിം ഇസ് സെറൂബബൽ. പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരു പേര് കർത്താവ് അത് തന്നതിനായിട്ട്
അത് എടുത്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത് വളരെ ചുരുക്കമായി ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് കർത്താവിനുള്ള തീക്ഷ്ണതയാണെന്ന് ഐ ബിലീവ് ഇറ്റ് ഈസ് എ സീൽ ഫോർ ദ ഗോഡ്. ഒരു സെറുബാബേലാക്കി കർത്താവ് പ്രിയ ദാസനെ മാറ്റട്ടെ. റോണി പറഞ്ഞെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദാസൻ്റെ പേരും കർത്താവ് കൊടുത്തിരിക്കുന്ന ആ വിളിയെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് സർവൻ പറഞ്ഞെ കുടുംബമായി ഓർക്കാം. തുടർന്ന് കർത്താവ് ശക്തിയോടെ അനേകരെ നേടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ വിഷയങ്ങളൊക്കെ തുടർന്നുള്ള വചനത്തെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ വീണ്ടും വരുന്നവനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് ഈ പകൽ ഒരിക്കൽ കൂടി ഞായറാഴ്ച ദിവസം അറിയിപ്പാൻ ദൈവം സഹായിച്ചതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം നമുക്ക് വചന ചിന്തകൾക്കായിട്ട് നമ്മളെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. ഇന്ന് പറയപ്പെടുന്ന വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ. അത് നമുക്ക് ഒരു കർത്താവിനോട് അടുക്കുവാൻ, അതൊരു മുഖാന്തരമായി കൂടുതൽ അടുക്കുവാൻ മുഖാന്തരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയത്തിൻ്റെ പരിമിതികളുള്ളതുകൊണ്ട് നമുക്ക് വേഗത്തിൽ തിരുവചനത്തിലേക്ക് കടന്നു പോകാം. യെശയ്യാ പ്രവാചന പുസ്തകം അതിൻ്റെ 58-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമുക്ക് വചനചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് വായിക്കാം. ഐസയ 58:11. യഹോവ ആർക്ക് കിട്ടിയാലും ഞാൻ കിട്ടിയ ആർക്കാണെങ്കിൽ വായിക്കാം. യഹോവ നിന്നെ എല്ലായ്പ്പോഴും അല്ലേ ആമേൻ. ഞാൻ വായിക്കുന്ന ബൈബിളിൽ അല്പം വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാം സെയിമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യഹോവ അതിനെ എല്ലായ്പ്പോഴും നടത്തുകയും. എനിക്കൊന്ന് യെശയ്യാ പ്രവാചന പുസ്തകം 58-ാം അധ്യായം അത് ഉപവാസത്തെപ്പറ്റി ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഉപവാസത്തിൻ്റെ ദൈവത്തെ ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾ എന്താണെന്നതിനെപ്പറ്റി പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് അറിയണമെങ്കിൽ യെശയ്യാ പ്രവാചന പുസ്തകം 58-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ അവസാനം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലപ്രാപ്തി എന്താണെന്നുള്ളതിനെപ്പറ്റി എഴുതിയിരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. അവിടെ പറയുകയാണ്, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തും. സ്തോത്രം. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസം മാത്രമല്ല യഹോവ നടത്തുന്നത്, അല്ലെങ്കിൽ ചില ദിവസങ്ങൾ മാത്രമല്ല ദൈവം നമ്മളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ദിവസവുമാണ്. വർഷത്തിൻ്റെ 365 ദിവസവും 24 മണിക്കൂറും നമ്മളെ വഴി നടത്തുവാൻ ആഗ്രഹിക്കുന്ന, താല്പര്യപ്പെടുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമുക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ദൈവം നടത്തുവാൻ ദൈവം തയ്യാറാണ്. സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് താല്പര്യമുണ്ട്? താല്പര്യമുള്ള കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം ആഗ്രഹിച്ച വഴികളിൽ നടക്കുവാൻ ഇടയായതുകൊണ്ട് വന്ന അപജയങ്ങൾ എൻ്റെ ജീവിതത്തെ പലപ്പോഴും തകർത്ത് കളയുവാനിടയായി ചില മണ്ഡലങ്ങളിൽ. എങ്കിലും ദൈവസന്നിധിയിൽ കൂട്ടിവരുത്തിയപ്പോൾ അതൊരു കർത്താവിൻ്റെ അടുക്കൽ വരുവാൻ അതൊരു മുഖാന്തരമാക്കി മാറ്റി. അങ്ങനെ അനവധി പേരുടെ ജീവിതത്തിൽ ദൈവിക വഴികളിലൂടെ നടക്കാതിരിക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് ശത്രുവിൻ്റെ കരങ്ങളിലാണ്. യോനാ പ്രവാചകനെ ദൈവം വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യോന ദൈവത്തിൻ്റെ സന്നിധി വിട്ട് തർശീശിലേക്ക് പോവുകയാണ്. യോനായെ വിളിച്ചത് നിനവേ പട്ടണത്തിൽ പോകാനാണ്. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ട് യോന പോയത് തർശീശിലേക്കാണ്. ഫ്രീ ടിക്കറ്റ് എടുത്ത് യോനായിക്ക് നിനവേ പോയി പ്രസംഗിക്കാൻ പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കാത്ത വഴികളിലൂടെ പോയ യോന ചെന്നുപെട്ടത് ഒരു വലിയ മത്സ്യത്തിൻ്റെ വായിക്കകത്തായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ വഴി വിട്ട് പോകുന്നവരെ കാത്തിരിക്കുന്നത് വാവിളന്നിരിക്കുന്ന ചില മത്സ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ സിംഹമായിരിക്കാം. ഞാൻ പേടിപ്പിക്കുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ വഴികളാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ സ്തോത്രം, നമ്മൾ ചെന്നെത്തുന്ന സ്ഥലം ശുഭമായ സ്ഥലത്തായിരിക്കും. ദൈവിക വഴികൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഹല്ലേലൂയ. അവിടെ പറയുന്നു, അതെ,
പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ നടത്തുന്നു, നിശ്ചലമായ ജലാശയത്തിലേക്ക് അവൻ എന്നെ നടത്തുന്നു. അപ്പോൾ ദൈവം നടത്തുന്നതും ദൈവം നയിക്കുന്നതും ദൈവത്തിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ ചെന്നെത്തേണ്ടുന്ന സ്ഥലം അത് നമ്മുടെ അതിൻ്റെ അന്ത്യം എപ്പോഴും ശുഭമായിട്ട് തീരുവാനിടയാകും. അവിടെ തിരുവചനത്തിൽ പറയുന്നു, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറഞ്ഞാൽ ആ ദൈവിക നടത്തിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും ടെൻഷൻ വരുന്നത്, പലപ്പോഴും ഭയം കടന്നു വരുന്നത്, പലപ്പോഴും ഉറക്കമില്ലാതിരിക്കുന്നത്, പലപ്പോഴും ആങ്സൈറ്റി വരുന്നത്. അതിൻ്റെ കാരണം ദൈവം എൻ്റെ കൂടെയില്ല, ദൈവം എന്നെ നടത്തുന്നില്ല എന്നൊരു ചിന്ത വരുമ്പോഴാണ്. പക്ഷേ എല്ലാ സമയവും ദൈവിക നടത്തിപ്പുകൾക്കുള്ളിൽ ഈ ദിവസങ്ങൾ നടക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹം എനിക്കുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം കർത്താവ് എന്നെ എപ്പോഴും നടത്തണം എന്നുള്ളത്. സ്തോത്രം. അങ്ങനെ ആർക്കും ആഗ്രഹമില്ലെങ്കിൽ ഞാനിത് വചനം പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹമായി ദൈവം മാറ്റട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അതുപോലൊരു ഭാഗ്യം ഈ ലോകത്തിൽ ആർക്കും കിട്ടത്തില്ല. സ്തോത്രം. ഏറ്റവും ഉന്നതനായ US പ്രസിഡന്റിന് പോലും കിട്ടത്തില്ല എന്ന് പറഞ്ഞ, ഏറ്റവും ശക്തൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും ധനവാൻ എന്ന് പറയുന്നവർക്ക് പോലും കിട്ടാത്ത ഒരു മഹാഭാഗ്യമാണ് ദൈവം എന്നെ നടത്തുന്നത്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തോത്രം ചെയ്യാം. പാസ്റ്റർ അല്ല നടത്തുന്നത്, ഈ അഖില കടാഹത്തെ ഉരുവാക്കിക്കൊണ്ടുവന്നത് സ്വന്തം സകലത്തിൻ്റെ പേരിലും നിയന്ത്രണമുള്ള ദൈവം എന്നെ നടത്തുന്ന അവൻ ഒരു വ്യക്തിയാണെന്ന് തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഒരു ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ വേണ്ട, അതിനപ്പുറത്ത് ഒരു ഭാഗ്യവും നമുക്ക് വേണ്ട. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പേര് ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം വരുന്ന പേരാണ് കർത്താവായ യേശു മിശിഹായ്ക്ക് കൊടുത്തത്. സ്തോത്രം. യേശുവിന് യഥാർത്ഥ പേര് ദൈവം നമ്മോട് കൂടെ നടക്കുന്നു. സ്തോത്രം. അങ്ങനെ നമുക്കൊരു കർത്താവ് ഉള്ളതിനെ ഓർത്ത് ഇന്ന് പകൽ എത്ര പേർ ദൈവത്തെ സ്തോത്രം ചെയ്യും? ഹല്ലേലൂയ. അങ്ങനെ ഒരു പേര് ലോകത്തിൽ ഒരു ദൈവങ്ങൾക്കും കൊടുത്തിട്ടില്ല. സ്വതം സത്യദൈവത്തിൻ്റെ പുത്രനായ ഏകപുത്രനായ യേശു ക്രിസ്തു, ആമേൻ, ദൈവം നമ്മോടുകൂടെ അതേ സ്വർഗം വിട്ട്, സ്വർഗത്തിൻ്റെ സകല സുഖങ്ങളും വിട്ട്, സ്വർഗത്തിൻ്റെ മഹിമ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ, ഈ പാപം നിറഞ്ഞ ഭൂമിയിൽ, ഈ ശാപം നിറഞ്ഞ ഭൂമിയിൽ ഒരു കൂട്ടം പാപം നിറഞ്ഞ മനുഷ്യനുമായി കൂടെ നടക്കുവാൻ തയ്യാറായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് എത്ര പേർ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകും? തിരിച്ചറിയുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യാൻ തയ്യാറാകാം. ഹല്ലേലൂയ. തിരിച്ചറിവ് നമുക്ക് ഈ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടത്തില്ല. കിട്ടുന്ന ഒരു സമയമുണ്ട്. അത് കർത്താവിനെ അറിയുമ്പോൾ, കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ മാത്രമേ നമുക്ക് വേണ്ടി യേശു എന്ത് ചെയ്തുവെന്ന് നമുക്കറിയാൻ കഴിയത്തുള്ളൂ. നമുക്കവിടെ ചെല്ലണം. എവിടെ ചെല്ലണം? നമുക്ക് ഒറ്റ സ്ഥലത്തെ ചെല്ലാനുള്ളൂ. നമ്മളെല്ലാവരും ഒറ്റ സ്തോത്രം സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മളാരും പല വഴി പോകുന്നവരല്ല. യേശു കാണിച്ച വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അന്ത്യത്തിൽ നമുക്ക് ചെല്ലണം. ഭൂമിയിൽ നമുക്ക് ചില ലക്ഷ്യസ്ഥാനങ്ങളുണ്ട്. അവിടെ നമ്മളെ എത്തിക്കുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ തയ്യാറാണ്. ഓരോ ദിവസവും കർത്താവിനാൽ വഴി നടത്തപ്പെടുവാൻ ആണ് ദൈവസഭയിലുള്ള ദൈവമക്കളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങൾ ആ വചനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചക പുസ്തകം 58:11 എഴുതി വെച്ചിരിക്കുന്ന ചില വാക്യങ്ങൾ. അവിടെ പറയുന്നു, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തും. ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവകരങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവഭക്തനെ, ഒരു ദൈവവൈതലിനെ നടത്തുക എന്നുള്ളത്. ദൈവം ബാധ്യസ്ഥനാണ്. മക്കളുണ്ട്. ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ നടത്തുവാനുള്ള ബാധ്യസ്ഥത സ്വർഗത്തിനുണ്ട്. സ്വർഗം ഈ പുസ്തകം ചുമക്കുന്നവനെ, ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് പോലെ ഈ പുസ്തകം ചുമക്കുന്നവനെ ചുമക്കുന്ന ദൈവമാണ്. അതനുഭവിച്ചിട്ടുള്ള ദൈവത്തെ സ്തോത്രം ചെയ്യാൻ തയ്യാറാകുക. ഈ പുസ്തകം ചുമക്കുന്നുണ്ടെങ്കിൽ എന്നെ ചുമക്കാൻ ദൈവം തയ്യാറായിരിക്കും. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാകും. ഹല്ലേലൂയ. കരങ്ങൾ തട്ടി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ ഇറക്കുമ്പോൾ ചെങ്കടൽ കടത്തി ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു ലക്ഷ്യസ്ഥാനത്ത് ഞാൻ നിങ്ങളെ എത്തിക്കാൻ പോവുകയാണ്.
പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്ത് ഞാൻ നിങ്ങളെ എത്തിക്കും. അപ്പം വ്യക്തമായ ലക്ഷ്യം ദൈവം അവർക്ക് കൊടുത്തിരുന്നു. ആ കാനാൻ ദേശം ആമേൻ അത് സ്വർഗ സിയോനെയാണ് ആത്മീയമായി കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഭൂമിയിൽ ചില ലക്ഷ്യസ്ഥാനങ്ങളുണ്ട്, അതുമാത്രം സ്വർഗത്തിലും ലക്ഷ്യസ്ഥാനങ്ങളുണ്ട്. 40 വർഷം ഒരു സൺഡേ പോലും മുടങ്ങാതെ അവർക്ക് വേണ്ടുന്നതിന് ദൈവം കൊടുത്തുകൊണ്ടിരുന്നു. അവരിൽ പലരും അവിശ്വസ്തരായിരുന്നു, പക്ഷേ ദൈവം വിശ്വസ്തനായിരുന്നു. എത്രയോ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. മരുഭൂമി അനുഭവത്തിലും എന്നെ ദൈവം വഴി നടത്തും. അപ്പം 40 വർഷവും ഒരു ദിവസം പോലും കുറഞ്ഞു പോകാതെ അവർ ആവശ്യങ്ങളെ ദൈവം നടത്തി. അവിടെ അടുത്ത വാക്യം പറയുകയാണ്, നിന്റെ ആസ്തിയെ ദൈവം ബലപ്പെടുത്തും. സ്തോത്രം. ദൈവ സാന്നിധ്യം നടക്കുന്നവൻ്റെ ആസ്തിയെ ദൈവം ബലപ്പെടുത്തും. അല്ലെങ്കിൽ എന്ന് പറയാം, ദൈവം സൗഖ്യം തരാൻ കഴിയും. അസ്ഥിയെ ബലപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ മസിലിനെ ബലപ്പെടുത്താം, പക്ഷെ അസ്ഥിയെ ബലപ്പെടുത്തണമെങ്കിൽ അത്ര എളുപ്പമല്ല. പക്ഷെ തിരുവചനം പറയാം, നിന്റെ അസ്ഥിയെ ദൈവം ബലപ്പെടുത്തും. വിശ്വസിക്കുന്ന കരം കാണിച്ച് ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യാം. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യാം. എൻ്റെ അസ്ഥിയെ മാത്രമല്ല, എൻ്റെ ശരീരത്തെ മുഴുവൻ സൗഖ്യമാക്കാൻ കഴിയുന്ന സർവശക്തന്റെ കരത്തിലാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യഹോവ റാഫയായ യഹോവ ഡോക്ടറായിരിക്കുന്ന ദൈവത്തിന് എന്നും എന്നെ സൗഖ്യമാക്കാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഉണർവ് ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ പല ഹോസ്പിറ്റലിലും അടച്ചു പോയിട്ടുണ്ട്, ബാറുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം സ്തോത്രം, ദൈവമക്കളുടെ വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ദൈവസഭയെ സൗഖ്യമാക്കും എന്നൊക്കെ പറഞ്ഞാൽ പലരും അത്ഭുതത്തോടെ നോക്കുന്ന ഇവിടെയല്ല, മറ്റേതൊക്കെ. ഹല്ലേലൂയ. അപ്പോൾ ഇന്നും കർത്താവ് സൗഖ്യമാക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ തയ്യാറാകാം. അപ്പോൾ ദൈവം നടത്തുന്നവനെ ദൈവം സൗഖ്യമാക്കും. ഇന്ന് ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവത്തിന് നമ്മളെ സൗഖ്യമാക്കാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ പറയും, നീ നനവുള്ള തോട്ടം പോലെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു വരൾച്ചയുടെ, ഒരു ഡിപ്രഷൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വരണ്ട അനുഭവം, ഒരു ആത്മീയ സ്പിരിച്വൽ വിൽഡർനെസ്സിൽ ആയിരിക്കുന്നുവെങ്കിൽ അതിനെ മാറ്റാൻ കഴിയുന്ന ദൈവമുണ്ട്. നമ്മളെ ഫ്രൂട്ട്ഫുൾ ആക്കി ദൈവത്തിന് മാറ്റാൻ കഴിയും. നമ്മളെ ഫലപ്രദമാക്കി മാറ്റാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. യേശു പറഞ്ഞ, നിങ്ങൾ ഫലം കായ്ക്കണം. സ്തോത്രം. എൻ്റെ ആഗ്രഹമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗ്രഹമാണ് ദൈവസഭയിലുള്ളവർ ഫലം കായ്ക്കണം. സ്തോത്രം. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഫലം കായ്ച്ചിരിക്കും. വിശ്വാസം എന്ന് പറയാൻ ഞാൻ ഫലം കായ്ക്കുന്ന വ്യക്തിയായി മാറും. എന്നെ ഫലം കായ്ക്കാൻ ദൈവം വിളിച്ചിരിക്കുന്നത് ഇന്നത്തെ ഫലമല്ല, നാളെ ഇതിലും ഫലമുള്ളവനാക്കി ദൈവം മാറ്റുവാൻ, നമ്മുടെ ഫലം കുറയുവാനല്ല, ഫലം വർദ്ധിച്ചു വരുത്തുവാൻ. ആമേൻ. ദൈവം വിളിച്ച് അധിക ഫലം കായ്ക്കുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നടക്കുന്നവന് പ്രായമായാലും അവൻ്റെ ഈ ദിവസങ്ങളും അവൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം വായ നന്മ കൊണ്ട് തൃപ്തി വരുത്താൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നു, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യോസേഫ് പോയിടത്തൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത്, യോസേഫിനും കൂടെ ദൈവമുണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ യഹോവ സാധിപ്പിക്കുന്നു തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ഇന്ന് ചുറ്റുവട്ടമുള്ള നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ ബന്ധുക്കൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് കണ്ടിട്ട് എന്നിലൂടെ അനേകർ ദൈവത്തെ അറിയുവാൻ ഇടയാക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് കരങ്ങളുയർത്തി കർത്താവേ, എന്നെ ഒരു സാക്ഷ്യപട്ടമായി മാറ്റണമേ, എന്നെ ഫലപ്രദമായ ഒരു വ്യക്തിയാക്കി മാറ്റണമേ. എൻ്റെ ജീവിതത്തിലൂടെ ദൈവം ചെയ്യുന്നത് കണ്ട് അനേകർ സത്യദൈവത്തെ അറിയുവാൻ തക്കവണ്ണം എന്നെ ഒരു മുഖാന്തരമാക്കി മാറ്റണമേ എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ദൈവത്തിന് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നീ വെള്ളം വറ്റിപ്പോകാത്ത നീരുറവയായി തീരും. ദൈവം വഴി നടത്തുന്ന വെള്ളം വറ്റിപ്പോകത്തില്ലെന്ന് എന്ന് യേശു പറഞ്ഞു. വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ തന്നെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഈ ദിവസങ്ങൾ ഒഴുകുന്ന അനുഭവത്തിലേക്ക് ആമേൻ ദൈവം നമ്മളെ നടത്തും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് ഈ ദിവസങ്ങൾ അനുഭവിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് ദാഹത്തോടെ എന്ന് പറ, കർത്താവേ, ഒന്നുകൂടി എന്നെ ഈ ഞായറാഴ്ച ദിവസം ഒന്ന് നിറക്കണമേ. കരങ്ങളെ അടിച്ച് കർത്താവ് സ്വാതന്ത്ര്യം ചെയ്യാം.
ചില വരണ്ട അനുഭവങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവിൽ നിന്ന് മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരണ്ടിരിക്കുന്ന ചില അനുഭവങ്ങൾ, മാനസികമായി വരണ്ട അനുഭവങ്ങൾ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ മണ്ഡലങ്ങൾ, ശാരീരികമായി ശോഷിച്ചു പോകുന്നത്, മാനസികമായി ഞെരുക്കം അനുഭവിക്കുന്ന, ശാരീരികമായി പലപ്പോഴും ക്ഷീണിപ്പിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം നമുക്ക്. സ്തോത്രം. അവിടെ ദൈവത്താൽ നടത്തപ്പെടുവാൻ ഇടയാകുന്ന വ്യക്തിയോടാണ് ദൈവം നടക്കുന്നവനോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. A.W. ടോസറാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ദൈവത്തിൻ്റെ ക്യാരക്ടറിൻ്റെ അകത്തുള്ളതാണ് ദൈവം സംസാരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളോട് കൂടെ നടക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം, സ്തോത്രം, ഞങ്ങൾ ഒരുമിച്ച് ആർക്കിനും ഉറക്കമുണ്ടേ ഉറക്കം പോകണമെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ചാണ് നടക്കുന്നത്. ഇഫ് യു ആർ വാക്കിംഗ് ടുഗദർ, സ്തോത്രം, ഞങ്ങൾ മിണ്ടാതെ നടക്കൂ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സുഖമാണോ? എന്തുണ്ട് വിശേഷം? എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ദൈവം നടത്തുന്നവനോട് ദൈവം സംസാരിക്കുമോ? സ്തോത്രം. ദൈവം നടത്താത്തവനോട് ദൈവം സംസാരിക്കത്തില്ല. ദൈവം കൂടെ നടക്കുന്നുണ്ടെങ്കിൽ അവൻ ഇന്നും എന്നോട് ഇടപെടുന്ന ഒരു കഥാവുള്ളതിനായിട്ട് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യേശു ഇടയനായിരിക്കുമ്പോൾ തിരുവചനം പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദൈവിക നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാപിക്കണമെന്ന് നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് പറയുന്ന ഈ വചനം, സ്തോത്രം, അത് നമ്മളെ കർത്താവിൽ കൂടുതൽ അടുപ്പിക്കുവാൻ ഒരു മുഖാന്തരമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യേശു പറയുകയാണ്, എൻ്റെ ആടുകൾ, ഹല്ലേലൂയ, എൻ്റെ ആടുകൾ അന്യൻ്റെ ശബ്ദമല്ല കേൾക്കുന്നത്, എൻ്റെ ശബ്ദം കേൾക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആടാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ യേശു ക്രിസ്തുവിന് താല്പര്യമുണ്ട്. ചില വിഷയങ്ങളെ ഈ ദിവസങ്ങളിൽ കർത്താവേ, ചില ഉത്തരങ്ങൾ ലഭിക്കാത്ത വിഷയങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ആ ഉത്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുവാൻ, പല പ്രശ്നങ്ങൾക്കും പല വിഷയങ്ങൾക്കും മുമ്പിൽ നിൽക്കുമ്പോഴും കുഴഞ്ഞു പോകുന്ന അനുഭവങ്ങൾ, സ്തോത്രം, പലതിനും ഉത്തരമില്ലാതിരിക്കുമ്പോൾ, ചില ആലോചനകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് പാസ്റ്ററിൻ്റെ അടുത്ത് പോകണ്ട, പ്രവാചകൻ്റെ അടുത്തേക്ക് ഓടരുത്. സ്തോത്രം. ദൈവം നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ നമ്മളെ പരിചയപ്പെടുന്നത്. പഴയ നിയമത്തിൽ ദൈവം ചില വ്യക്തികളോട് മാത്രം സംസാരിച്ചിരുന്നെങ്കിൽ, പുതിയ നിയമ പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞ, യേശുക്രിസ്തുവിന് വേണ്ടി യേശുക്രിസ്തുവിൽ രക്ഷ പ്രാപിച്ച, പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തികളെ ഓരോ ദിവസവും വഴി നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. അത് ഈ ദിവസങ്ങളിൽ ആ തിരിച്ചറിവിലേക്ക് ദൈവസഭ വരുവാൻ തയ്യാറാണെങ്കിൽ, അവൻ ഈ ദിവസങ്ങൾ തുറക്കാത്ത ചില വഴികൾ, തുറക്കാത്ത ചില വാതിലുകൾ, ഉത്തരം കിട്ടാതിരിക്കുന്ന ചില വിഷയങ്ങൾ, ഈ ദിവസങ്ങൾ അതിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറുപടി തരുമെന്ന് ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ ശബ്ദം, ക്രിസ്തുവിന്റെ ശബ്ദം, that's a will of God. ദൈവത്തിന്റെ ഹിതം ദൈവശബ്ദമാണ്. ഹല്ലേലൂയ. ദൈവശബ്ദം നമ്മളോട് പല രീതിയിൽ ഇടപെടും. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയണമെന്നില്ല. നമ്മൾ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. ദൈവദാസന്മാരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. പ്രവാചകന്മാരോട് ദൈവം സംസാരിക്കും. പരിശുദ്ധാത്മാവിലൂടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. ചില സംഭവ വികാസങ്ങളോട് ദൈവം ഇടപെടും. കഴിഞ്ഞ നാൾ ദൂതന്മാരോട് ദൈവം സംസാരിച്ചു.
പത്രോസിനോട് ദൂതനെ അയച്ച് ദൈവം സംസാരിച്ചു. ഇന്നും ദൈവസഭയ്ക്കകത്ത്, പുതിയ നിയമത്തിനകത്ത് ദൈവം തൻ്റെ ജനത്തോട്, തൻ്റെ മക്കളോട് സംസാരിക്കുവാൻ ഇന്ന് പകലിലും സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച എൻ്റെ അവസ്ഥകൾ ചിലത് മാറണമെങ്കിൽ ഈ ദിവസം എനിക്കൊരു ദൈവശബ്ദം ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അന്യന്റെ ശബ്ദമല്ല, ദൈവ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുവാൻ, സത്യം എന്താണ്, മിഥ്യ എന്താണ്, തെറ്റെന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ശബ്ദം എന്നെ കേൾപ്പിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വന്നിട്ടും ഇന്ന് പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെതായ നടത്തിപ്പുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ ബിസിനസ് മണ്ഡലങ്ങളിൽ, നമ്മുടെ എല്ലാ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം നമുക്കൊരു ഡയറക്ഷൻ ആവശ്യമില്ലേ? ഉണ്ടോ സർവാവിൽ പറ? വി നീഡ് എ ഡയറക്ഷൻ, റൈറ്റ്? സ്തോത്രം. ഓരോ ദിവസവും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം നൽകാൻ ദൈവം തയ്യാറാണ്. ക്ഷയമെടുക്കുവാൻ ദൈവം കൃപ നമ്മുടെ മേൽ പകരും. അവൻ ചിലത് നഷ്ടപ്പെട്ടതിനെ എൻ്റെ കരങ്ങൾ എൻ്റെ ദൈവത്തിന് മടക്കി തരാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ദൈവത്തോടുകൂടെ നടക്കുന്നവന് തൊടുവാൻ പൈശാചിക മണ്ഡലത്തിന് കഴിയുമോ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ യേശുവിനോട് കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ശത്രു വഴിവിട്ട് പോകരുത്. ഞാൻ അതിലേക്ക് വരാം. സ്തോത്രം. അവൻ കർത്താവിൻ്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ അവിടെ സിംഹമോ കരടിയോ വന്നാൽ ദാവീദ് പറയും, ഞാൻ അവനെ പിടിച്ച അവൻ്റെ വായ വലിച്ചു കയറും. സ്തോത്രം. അത്ര വലിയൊരു ശക്തി ദൈവം ദാവീദിന്റെ മേൽ പകർന്നെങ്കിൽ നമ്മുടെ നല്ല ഇടയനായ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ശത്രു നമ്മളെ തകർക്കുവാൻ പദ്ധതിയിട്ട് പരത്തി നടക്കുമ്പോൾ ഹല്ലേലൂയ, യേശുവിന്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ സുരക്ഷിതമാണെന്ന് തിരിച്ചറിയുന്നവർ ഇന്ന് ഭയമുണ്ടെങ്കിൽ ആ ഭയം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറ്റെ. എൻ്റെ ഭാവി എന്തായി തീരും, എൻ്റെ ഈ ദിവസം ഞാൻ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിൽ ചില വിഷയങ്ങൾ എന്തായി തീരുമെന്ന് വിചാരിച്ച് ഇതിനകത്ത് ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം പറയാം, ദൈവത്തിന്റെ കരങ്ങൾക്കുള്ളിൽ എൻ്റെ ജീവിതം സുരക്ഷിതമാണ്. നോഹയ്ക്ക് വലിയ പാരമ്പര്യം പറയാനുണ്ടെങ്കിൽ ഏറ്റവും നല്ല പാരമ്പര്യം പറയാനുള്ളത് നോഹയ്ക്കാണ്. വലിയ കുടുംബ പാരമ്പര്യമൊന്നും പറയാനില്ലായിരിക്കും, വലിയ സ്തോത്രം അല്ലെങ്കിൽ മറ്റൊന്നും പറയാനില്ലായിരിക്കാം. പക്ഷേ ജനസിസ് 6:9 പറയുകയാണ്, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ലോകത്തിൽ ജീവിച്ച അനേക ലക്ഷങ്ങൾക്ക് മധ്യേ ഒരു വ്യക്തിക്ക് മാത്രം ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് നോഹ. ഹല്ലേലൂയ. കാരണം അദ്ദേഹത്തിന്റെ വംശപാരമ്പര്യം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ നോഹ നീതിമാനായിരുന്നു. തൻ്റെ തലമുറയിൽ നോഹ നിഷ്കളങ്കനായിരുന്നു. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയിൽ, വക്രവും കോട്ടയുമുള്ള ഈ തലമുറയിൽ ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി അനിന്ദരായി നിൽക്കുവാൻ തയ്യാറാണോ? നിഷ്കളങ്കരായി നടക്കുവാൻ തയ്യാറാണോ? അങ്ങനെ നടക്കുന്നതിന് കൂടെ എൻ്റെ ദൈവം നടക്കും, നമ്മുടെ ദൈവം നടക്കും. ഹല്ലേലൂയ. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവം നമ്മളോട് നടക്കണമെങ്കിൽ സ്തോത്രം, ദൈവം നടക്കാൻ തയ്യാറാണ്. പക്ഷേ ദൈവത്തോട് കൂടെ നടക്കാൻ നമ്മൾ തയ്യാറാണ്. ദൈവം വെയിറ്റ് ചെയ്യുക നമ്മൾ കൂടെ നടക്കാൻ. ഇപ്പം നമ്മളെല്ലാം തന്നെ നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ആ നടപ്പ് അല്പം കൂടി ഒന്ന് അടുപ്പിച്ച് നടക്കുവാൻ, കുറച്ചുകൂടെ നമുക്ക് അടുത്ത് വരുവാൻ ഇന്ന് പറയപ്പെടുന്ന വചനം നമുക്കൊരു മുഖാന്തരമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സമാധാനം ഇല്ലാതെ ഇരിക്കുന്നത്, കർത്താവിൻ്റെ കൂടെ നടക്കുന്നവന് സമാധാനം ദൈവം കൊടുക്കും. ജീവിതത്തിൽ ഏത് ആവശ്യത്തിന്റെ മുഖത്തും കൂടെ ഒരാളുണ്ടെങ്കിൽ അതെന്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ മറ്റാരെ നോക്കരുത്. നോഹ ഒറ്റയ്ക്ക് നടന്നു, ആരുമില്ലായിരുന്നു. 120 വർഷം നോഹ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഒറ്റ വ്യക്തി പോലും ദൈവസന്നിധിയിൽ വന്നില്ല. എന്നാൽ വിശ്വസ്തനായി നോഹ നിന്നു. സ്തോത്രം. കുടുംബത്തിൽ ആരും കൂടെയില്ലെങ്കിലും
വീട്ടുകാരില്ലെങ്കിലും നാട്ടുകാരില്ലെങ്കിലും ചാർച്ചക്കാരില്ലെങ്കിലും ബന്ധുക്കളില്ലെങ്കിലും ദൈവത്തോടു കൂടെ നടക്കാനും തീരുമാനമെടുക്കുക. ദൈവം എന്റെ കൂടെ കാണും. വിശ്വസിക്കുന്നവർ പറയാം, ഞാൻ നടക്കുന്നത് സർവശക്തന്റെ കൂടെ, സർവശക്തന്റെ നിഴലിന്റെ കീഴിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. സർവശക്തന്റെ നിഴലിൽ പാർക്കുന്നവൻ അവൻ അഭിമാനത്തോടെ പറയാൻ കഴിയും, ദൈവം എൻ്റെ സങ്കേതമാ, ദൈവം എൻ്റെ ബലമാണ്, ദൈവം എൻ്റെ ആശ്രയമാണ്. സ്തോത്രം. അപ്പോൾ സങ്കീർത്തനം 32:6-7 പറയുകയാണ്. അവിടെ പറയുന്നു, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് പ്രാർത്ഥിക്കും. അപ്പോൾ പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കലോളം എത്തത്തില്ല. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ പെരുവെള്ളം കവിഞ്ഞു വരും. പെരുവെള്ളം കവിഞ്ഞ് വന്നെന്നിരിക്കാം. പക്ഷേ എൻ്റെ അടുക്ക വരുമ്പോൾ ദൈവം പറയും, പെരുവെള്ളമേ ഇവനെ തൊടാൻ പാടില്ല, അതെന്നെ മുമ്പിൽ നിൽക്കത്തുള്ളൂ, അതെന്നെ കവിയത്തില്ല, അതെന്നെ തകർക്കത്തില്ല. സ്വന്തം ദാവീദോടെ പെരുവെള്ളം കവിഞ്ഞു വരും, പക്ഷേ ആമേൻ അതെന്നെ തകർക്കത്തില്ല. കാരണം അവൻ എനിക്ക് മറവിടമാ, മറവിടമായെനിക്കേശുണ്ട്, മറച്ചിടും അവനെന്നെ ചിറകടിയിൽ, മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ, മാറാതെ അവനെൻ്റെ അരികിലുണ്ട്. ഓ മറവിടമാ എനിക്കേശുണ്ട്, മറച്ചിടും അവനെന്നെ ചിറകടിയിൽ, മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ, മാറാതെ അവനെൻ്റെ. ഓ വിളിച്ച ദൈവം ഓ വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. ഓ വിളിച്ച ദൈവം ഓ വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞലയാനിട. വരികയിൽ അവൻ എന്നെ പിരികയില്ല, വലതു കൈ പിടിച്ചെന്നെ. ദാവീദ് പറയുകയാണ് എൻ്റെ അടുത്ത വാക്യത്തില്, നീ എനിക്ക് മറുവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞാൻ നിന്നെ പഠിപ്പിക്കും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞ് തരും. അപ്പോൾ ദൈവം നമുക്ക് ഉപദേശം തരും, ദൃഷ്ടി വയ്ക്കും, എനിക്കെൻ്റെ ദൈവം ആലോചന പറഞ്ഞു തരും. ആമേൻ. അപ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും ഗോവർ കഴുതയെ പോലെയും ആകരുത്, അവയുടെ ചമയങ്ങളായി അത് വിട്ടിട്ട് സ്വതം. അതിൻ്റെ 32:11 പറയുകയാണ്, ഇതിൻ്റെ കാരണമുണ്ട്. ദൈവിക നടത്തിപ്പ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം മറ്റൊന്നുമല്ല. അവൻ ദാവീദ് 32-ാം സങ്കീർത്തനം ദാവീദിന്റെ ജീവിതത്തിൽ ഒരു പാപത്തിന്റെ അവസ്ഥ വന്നപ്പോൾ ദാവീദ് ആ പാപത്തെ ഏറ്റു പറഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ കിട്ടിയ ഒരു ഉറപ്പാണ്, ഒരു വാഗ്ദത്തമാണ് ഈ വചനം. ദൈവസന്നിധിയിൽ നിരന്തരമായി ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയാൻ തയ്യാറാണോ? ആ വ്യക്തിയുടെ കൂടെ എൻ്റെ ദൈവം ഈ ദിവസങ്ങൾ അവർക്ക് വേണ്ടുന്ന ആലോചന എൻ്റെ ദൈവം പകർന്ന് തരുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ദൈവം ദാവീദിനോട് പറഞ്ഞ ഒരു വാഗ്ദത്തമായിരുന്നു. അവിടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകൾ വരുമ്പോൾ അത് ഏറ്റുപറയുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് അവരെ കൈവിടാൻ പറ്റത്തില്ല. ദൈവത്തിന് ഹല്ലേലൂയ. ലംഘനം ക്ഷമിച്ചും ആരാ ഭാഗ്യവാൻ? ഭാഗ്യവാൻ ആരാ? ലോട്ടറി അടിച്ചാണോ? അല്ല. സ്തോത്രം. ഉയർച്ച കിട്ടിയതാ? അല്ല. ഭാഗ്യവാൻ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവനാ ഭാഗ്യവാൻ. പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ പാപം മറച്ചല്ല കിട്ടുന്നത്, പാപം കഴുകിയ കിട്ടുന്നത്.
ഹല്ലേലൂയ. ആ രക്തത്താൽ എന്റെ സകല പാപങ്ങളെയും കഴുകിക്കളയാൻ കഴിയുന്ന ഒരു സർവശക്തന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് കരമടിച്ച് സ്തോത്രം ചെയ്യാം. ജീവിതത്തിൽ ഒരു കുറവാണെങ്കിൽ പോലും ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാണോ? സ്തോത്രം. ദൈവത്തിന്റെ നടത്തിപ്പ് വ്യക്തമായി വെളിപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. എന്റെ ചിന്താധാരകളിലൂടെ പോലും കടന്നു പോകുന്ന ചിന്തകൾ ആമേൻ വരുമ്പോൾ ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയേറ്റ് പറയും, കർത്താവേ തെറ്റായി പോയി, അവിടുന്ന് എന്നോടൊന്ന് ക്ഷമിക്കണമേ. ചിലരോടൊക്കെ ഒരുപക്ഷെ അമർഷവും കയ്പും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ കർത്താവിനോട് ഏറ്റുപറയും, കർത്താവേ എന്റെ അമർഷവും എന്റെ കയ്പും എന്റെ ക്രോധവും എന്റെ മോഹവും എന്റെ ലോഭവും എന്റെ ദാഹവും എല്ലാം കർത്താവേ അത് ഈ ദിവസങ്ങൾ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. എനിക്കൊരു കൃപ വേണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്ന വിശ്വസിക്കുന്നു. ഓക്കെ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീ വെള്ളത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. വെള്ളത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ആരായിരിക്കുന്നത്? ദൈവമായിരിക്കുന്നത്. വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ ദൈവം എന്റെ കൂടെ നടക്കും. ഹല്ലേലൂയ. പത്രോസ് വെള്ളത്തിൽ വന്നപ്പോൾ ദൈവം യേശുക്രിസ്തു പത്രോസിന്റെ കൂടെ നടന്നു. ദൈവം നടന്ന് വെള്ളത്തിലൂടെ വരുന്ന കാണുമ്പോൾ പത്രോസ് വെറുതെ ഇരുന്നില്ല. പത്രോസ് പറഞ്ഞു, എനിക്കും എന്റെ ദൈവത്തിന്റെ കൂടെ വെള്ളത്തിലാണെങ്കിൽ നടക്കണം. കൊടുങ്കാറ്റിന്റെ മധ്യേ യേശു അവരെ കൈവിട്ടില്ല. ആമേ, ഇന്ന് കൊടുങ്കാറ്റിന്റെ മധ്യേ പേമാരിയുടെ മധ്യേ വെള്ളം മുങ്ങിപ്പോകുമെന്ന് ചിന്തിക്കുന്ന മണ്ഡലങ്ങളിൽ ആമേ സമയമാകുമ്പോൾ ആമേ പർവ്വത മുകളിലിരിക്കുന്ന യേശു ഇറങ്ങി വന്ന വെള്ളത്തിൽ കൂടി നീന്തിയല്ല യേശു വന്നത്, വെള്ളത്തിന്റെ മേൽ നടന്ന എൻ്റെ യേശു വന്നേ. സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ കൂടെ നടന്നവനെ കർത്താവ് കൈവിടത്തില്ല. വിശ്വസിക്കുന്ന എത്രയോ മക്കളുണ്ട്. ശിഷ്യന്മാർ കർത്താവിന് കൂടെ കുറച്ച് വർഷങ്ങളായി നടക്കാൻ തുടങ്ങിയിട്ട് കർത്താവിന് വേണ്ടി വില കൊടുത്തവരാ. അവരെ എൻ്റെ കർത്താവിന് മറക്കാൻ കഴിയത്തില്ല. സെറുബാബേൽ പറയെ, നിങ്ങൾക്കുള്ളൊരു ദൂത് അതിനകത്ത് കിടപ്പുണ്ട്. ഇന്ന് ഏറ്റെടുത്തു. സ്തോത്രം. ദൈവം ചിലത് പ്രവർത്തിക്കുന്ന നാളുകൾ മുമ്പിലുണ്ട്. ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി ചലിക്കാൻ നോക്കണം. ദൈവം ഇടയാക്കും. ദൈവത്തിന് കൂടെ നടക്കാൻ തയ്യാറാകുക. ഒറ്റയ്ക്കല്ല നടക്കുന്നത്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് സർവണം പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് ഒരു മഹത്വം കൊടുക്കാം നമുക്ക്. ഇല്ല, പലപ്പോഴും നടത്തുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, ആ ദൈവം വേറെയാ. നമ്മുടെ ദൈവം എല്ലായ്പ്പോഴും നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഞായറാഴ്ച ദിവസം മാത്രം നടത്തുന്ന ദൈവമല്ല, എല്ലാ ദിവസവും രാത്രികാലവും ദൈവം നടത്തും, പകലും നടത്തും. ഹല്ലേലൂയ. സകലം അസ്തമിച്ചെന്ന് തീരുമ്പോഴും ദൈവം നടത്തുവോ? നടത്തുവോ? ദൈവം നടത്തും. ദൈവം നടത്തിയില്ലെങ്കിൽ അവിടെയാ പ്രശ്നമുള്ളത്. ഹല്ലേലൂയ. മോശ നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. മോശ പറഞ്ഞു, ഞാൻ ഒരുപാട് വർഷമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ലക്ഷ്യസ്ഥാനം കണ്ടിട്ടില്ല. ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്താണ് നടക്കുന്നത്, പക്ഷേ എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് മോശ എത്തിയില്ല. മോശ പറഞ്ഞു, ദൈവമേ എനിക്കെന്ന് വഴിയൊന്ന് കാണിച്ചു തരണമേ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് നമ്മുടെ നടപ്പ് കർത്താവിൻ്റെ കൂടെയാണ്, പക്ഷെ എത്തേണ്ട ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ കഴിയാത്ത അനുഭവത്തിലാണെങ്കിൽ ആമേൻ, അതിനാവശ്യമായിരിക്കും ദൈവിക ആലോചന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരും. മോശ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ദൈവം വിളിച്ചു, മോശയെ വിളിച്ചു. മോശ നടന്ന് തീ കത്തുന്ന പർവ്വതത്തിന് മുകളിലേക്ക് കയറി. പർവ്വതം തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് മോശ ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. 40 ദിവസത്തോളം ഉപവാസത്തോടെ ഇരിക്കുന്ന മോശയോട് ദൈവം ഇടപെടാൻ തുടങ്ങി. ഇന്ന് ചില വഴികൾ തുറന്നു വന്നിട്ടില്ലെങ്കിൽ, ചില ശബ്ദങ്ങൾ കേൾക്കുവാൻ ഇടയായിട്ടില്ലെങ്കിൽ, ഇന്ന് കർത്താവിനോടൊന്ന് പറയാം, കർത്താവേ എനിക്ക് അവിടുത്തെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. ചില സമയങ്ങൾ വേർതിരിച്ച് ദൈവ സന്നിധിയിൽ മാറിയിരിക്കാൻ തയ്യാറാണോ? ആർക്കും ഇതിനകത്ത് താല്പര്യമുണ്ടോ? സ്തോത്രം. അതിനായിട്ട് എത്ര പേര് ഒരു തീരുമാനം എടുക്കും? കഴിഞ്ഞ ആളുകൾ വളരെ ബിസി ആയിട്ടുള്ള ജീവിതത്തിലാണ് നമ്മളൊക്കെ, പക്ഷെ ഇന്നൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പ്രാർത്ഥനാ മുറികൾക്കുള്ളിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ശത്രുവിന്റെ പദ്ധതി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ തകരട്ടെ. ഹല്ലേലൂയ. മോശയോട് ദൈവം പറഞ്ഞു, മോശേ നീ ഇങ്ങോട്ട് കയറി വാ.
ആമേൻ. മോശ ദൈവത്തോടു കൂടെ ആമേൻ ഇരിക്കുമ്പോൾ, മോശയുമായിട്ട് ദൈവം സംസാരിക്കുമ്പോൾ അവസാനം മോശ പറഞ്ഞു, കർത്താവേ ഞാൻ മടുത്തു, ആമേൻ, വഴി എനിക്ക് കാണിച്ചു തരണമേ. സ്തോത്രം. അപ്പം ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, സ്തോത്രം, മോശേ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഇന്ന് നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടുകൂടെ പോരുന്നുണ്ടെങ്കിൽ നമ്മൾ എത്തേണ്ട മണ്ഡലങ്ങളിൽ ദൈവം നമ്മളെ എത്തിപ്പാൻ തക്കവണ്ണം ഇടയാകും. എത്ര ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കും? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് എത്ര ആഗ്രഹിക്കും? ഇതിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പറയണം, കർത്താവേ, ഐ നീഡ് യുവർ പ്രസൻസ്, ഐ വാണ്ട് ടു ഫീൽ യുവർ പ്രസൻസ്. ഹല്ലേലൂയ. ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയുന്നില്ല. ആമേൻ. ഏറ്റവും ആമേൻ ഭാഗ്യമല്ലാത്തൊരു ആമേൻ അവസ്ഥ. ദൈവം കൂടെ ഉണ്ടെങ്കിലും ദൈവം ഉണ്ടെന്നറിയാൻ പറ്റുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവം പറയാം, മകനെ മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എത്ര വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? എത്ര പേർ പറയും, ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ അറിയുന്നില്ലെങ്കിലും ഹല്ലേലൂയ, എൻ്റെ കൂടെ നടക്കുന്ന, എൻ്റെ കൂടെ വസിക്കുന്ന, എന്നോട് കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നീ തീയിൽ കൂടി പോകുമ്പോൾ നീ വെന്തു പോകുന്നില്ല. കാരണം ദൈവം എന്നോട് കൂടെ ഉണ്ട്. നിന്നെ തിളച്ച എണ്ണയെ കൊണ്ടിട്ടാൽ നീ ഫ്രൈ ആകത്തില്ല, കാരണം ദൈവം കൂടെ ഉണ്ട്. യോഹന്നാൻ യേശുവിന്റെ മാർവിലിരുന്നവനാ. അവനെ തിളച്ച എണ്ണയെ കൊണ്ടിട്ടാലും അവൻ സ്തോത്രം, അവൻ വെന്തു പോകത്തില്ല. കാരണം ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. തീച്ചൂള അനുഭവങ്ങൾക്കുള്ളിൽ കത്തിയമരുമെന്ന് ചിന്തിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവ സാന്നിധ്യത്തിനകത്ത് സഞ്ചരിക്കുന്നവനെ തകർക്കുവാൻ ശത്രു നിനക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വിഷയം വരാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കാൻ. പക്ഷെ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവനെ വിഷയം തുടങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. പലരും വിഷയം വരുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. വിഷയം വരുന്നതിന് മുമ്പേ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. സ്തോത്രം. വന്നിരിക്കുന്നത് വഴിവിട്ട് പൊക്കോളും. ഹല്ലേലൂയ. ചില സ്വപ്നത്തിലൂടെ പരിശുദ്ധാത്മാവ് എനിക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. ചിലത് വരാനിരുന്നതിനെ പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, വിഷയം വരുമ്പോൾ പാസ്റ്ററെ വിളിക്കുവാനല്ല, സഹോദരനെ വിളിക്കുവാനല്ല, സ്വയം മാമൻ ഈ ദിവസങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ. സൺഡേ ക്രിസ്ത്യൻസ് ആർ വി ക്രിസ്ത്യൻസ് എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുക. ഇന്ന് വരെ തുറക്കാത്ത വഴികൾ, തുറക്കാത്ത വാതിലുകൾ, ഇന്ന് വരെ വെളിപ്പെടാത്ത ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവ സഭയുടെ മേൽ. എനിക്ക് കുറച്ചുകൂടെ അടുത്ത് നടക്കണമെന്ന്, എനിക്ക് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കേട്ട് ഈ ദിവസങ്ങൾ നടക്കണമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ദൈവ ശബ്ദം കേൾക്കുന്നവൻ അവര് ശ്രദ്ധ വെച്ച് കേൾക്കുന്നവരാ. ഇപ്പൊ ഞാനീ പറയുന്ന വചനം, സ്തോത്രം, അതിന് വലിയ ഗൗരവമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, അതിനനുസരിച്ചേ പ്രവർത്തിക്കത്തുള്ളൂ. അപ്പൊ ഈ ദൈവ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയതെന്ന് എണ്ണുവാനും, അതിനുവേണ്ടി വാഞ്ചിക്കുവാനും, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനും, ശ്രദ്ധ വെച്ച് കേൾക്കുവാനും തയ്യാറാണെങ്കിൽ, പകുതി കേട്ടിട്ട് പകുതി മറന്നു പോകുവാനല്ല. ഈ ദിവസങ്ങളിൽ അവൻ്റെ ഓരോ വാക്യങ്ങളും എൻ്റെ ഹൃദയ പലകയ്ക്കകത്ത് എഴുതി തരാൻ താല്പര്യമുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. എൻ്റെ പാതയ്ക്ക് എന്തുവാ? പാതയ്ക്ക് പ്രകാശമാ, പിന്നെ കാലിന് ദൈവമാ. അപ്പൊ വചനം കിട്ടിയെങ്കിലേ, വചനം അറിഞ്ഞെങ്കിലേ നമുക്ക് ഈ ഇരുട്ടിൻ്റെ, നമ്മുടെ ജീവിതത്തിൽ ഇരുണ്ട മണ്ഡലങ്ങൾക്കുള്ളിൽ ഒരു വെളിച്ചം നമ്മുടെ ബുദ്ധിക്കകത്ത് വരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്യണം. സ്തോത്രം. ഈ ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ആരെങ്കിലും കൊണ്ട് ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ വചനം അവൻ ബുദ്ധിക്കകത്ത് മാത്രമല്ല ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്ന് അത് ഹൃദയ പലകകൾ എഴുതപ്പെടുമ്പോൾ അത് എന്നെ വരുന്ന സമയങ്ങളിൽ വഴി നടത്തും. ഈ വചനം അറിയാത്തത് കൊണ്ടാണ്, ഈ വചനത്തിൻ്റെ സത്യം അറിയാത്തത് കൊണ്ടാണ് എൻ്റെ ജനം മര്യാദ കെട്ട് നടക്കുന്നത്. സ്വന്തം ദർശനമില്ലാത്തടത്ത് ജനം വഴിവിട്ട് നടക്കും. ദൈവത്തിന് ദർശനമുണ്ടോ? ദൈവത്തിന്റെ വചന അകത്തളങ്ങളിൽ ഭാവൻ ഹൃദയ പലകൾ എഴുതിയിട്ടുണ്ടോ? സമയമാകുമ്പോൾ ആ വചനം എനിക്കൊരു പ്രകാശമായി വെളിപ്പെടും. അതുകൊണ്ട് വചനം വായിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട് ഇതിനകത്ത്? സോദര, എൻ്റെ വചന ചിന്തകൾ, എൻ്റെ വചന ധ്യാനത്തിലൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുക. ലിഡിയയുടെ ഹൃദയത്തെ ദൈവം തുറന്നു. കാരണം ലിഡിയ ആ വചനത്തിന് പ്രാധാന്യം കൊടുത്തപ്പോൾ ആർക്കും തുറക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളെ ഇന്ന് പകൽ തുറക്കാൻ കഴിയുന്ന സർവശക്തന്റെ കരം ദൈവത്തിന്റെ വചനം. ആമേ, നമുക്ക് കേൾക്കുക, അറിയുക മാത്രമല്ല ആ ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ കൂടെ തയ്യാറാകാം.
അപ്പോൾ ദൈവവചനത്തിൻ്റെ അനുസരണമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ അത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ആമേൻ, അതിനുമേൽ കർത്താവ് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ആമേൻ. അപ്പോൾ അവിടെ മറ്റൊരു ഭാഗത്ത് പറയുക, ദാനിയേൽ ബാലന്മാർ തീക്കുള്ളിൽ എറിയപ്പെട്ടപ്പോൾ തീയില് അവർ വെന്തുപോയില്ല. സ്തോത്രം. അവർ വെന്തുപോയില്ല. കാരണം അവര് ബാബിലോണിലായിരുന്നെങ്കിലും ബാബിലോണിൻ്റെതായ ഒന്നും അവരെ സ്വയം അതിൽ നിന്ന് വേർപെട്ട് നിൽക്കുവാൻ തയ്യാറായി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസം നമ്മൾ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കാത്ത തലങ്ങളിൽ നിന്നും വേർപെട്ടുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ദൈവവചനം ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് കൊണ്ട് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണോ? തീക്കകത്തുണ്ട് കിട്ടാലും നാലാമനായി വെളിപ്പെടുന്ന ഒരുവൻ എൻ്റെ കൂടെ എൻ്റെ മധ്യേ വെളിപ്പെടും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ദൈവത്തിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആ തീക്ക് നമ്മളെ തകർക്കാൻ കഴിയത്തില്ല. പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നതാണ്. നമ്മൾ തകർന്നു പോകുമെന്ന് ശത്രു വിധി എഴുതിയതാണ്. പക്ഷേ ആ തീക്കുള്ളിൽ നിന്നും ദൈവം നമ്മളെ പുറത്തു കൊണ്ടതിനെ ഓർത്ത് അതിൻ്റെ കാരണം കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുവാൻ തയ്യാറായതുകൊണ്ട് ദൈവം നമ്മളെ കൈവിടുവാൻ തയ്യാറായില്ല. അവിടെ സ്തോത്രം. ദൈവ ശബ്ദം ഈ ദിവസങ്ങൾ അതിനുവേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാകും. മോശ പറഞ്ഞു, ദൈവമേ അവിടുത്തെ സാന്നിധ്യം എൻ്റെ കൂടെ പോകണമേ. ഇപ്പം നമ്മൾ പറയാ ദൈവമേ സാന്നിധ്യം പോകണമെന്ന് പറഞ്ഞാൽ ഇന്ന് പഴയ നിയമത്തിൽ എഴുതിയ പോലെ മേഘസ്തംഭവും അഗ്നിതൂണും നമ്മുടെ കൂടെ പോകത്തില്ല. അന്ന് സാന്നിധ്യം അതുണ്ടായിരുന്നു. പക്ഷേ മോശ പറഞ്ഞു അത് പോരാ, അവിടുന്ന് എൻ്റെ കൂടെ പോകണം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ പോവാ, ബൈ ബൈ സീ യു. യോഹന്നാൻ സുവിശേഷം 15 അധ്യായത്തിൽ യേശു അവസാനം അവരുടെ ഗുഡ് ബൈ പറയുകയാണ്. എന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുക, ഞാൻ പോവാ, ഞാൻ പോയി ഒരു സ്ഥലം ഒരുക്കാൻ പോവാ, ഞാൻ നിങ്ങളെ വെറുതെ പോവുകയില്ല, നിങ്ങളെ ഇട്ടിട്ട് പോവുകയില്ല, ഞാൻ പോകുന്ന നല്ലൊരു ഉദ്ദേശമുണ്ട്. നമുക്കൊക്കെ പോകാൻ ഒരു സ്ഥലം കർത്താവ് ഒരുക്കാൻ കർത്താവ് പോവുക. നിങ്ങൾ മനസ്സ് കലങ്ങി പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. എന്നിൽ വിശ്വസിക്കണം, എന്നിൽ വിശ്വസിക്കാനില്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, സ്വർഗപിതാവിൽ വിശ്വസിക്കണം, ആ വചനത്തിൽ വിശ്വസിക്കണം. ഞാൻ മടങ്ങി വരും, ഞാൻ നിങ്ങളെ ചേർക്കാൻ മടങ്ങി വരാൻ പോവുകയാണ്. അല്ലേ, അതുവരേക്ക് നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ തരാൻ പോവുക. ഞാൻ അവിടെ പോകുമ്പം ഇങ്ങോട്ടൊരു സഹായകൻ വരും. ഞാൻ വരുന്നിടംവരേക്കും ആ സഹായകൻ നിങ്ങളുടെ അകത്ത് കാണും. ദൈവത്തിൻ്റെ സാന്നിധ്യം അകത്തുള്ളവർ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ തയ്യാറാകാം. ആ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകാം. ആ സാന്നിധ്യത്തിന് പ്രാധാന്യം കൊടുക്കാൻ തയ്യാറാകാം. ദൈവത്തെ സ്തോത്രം. എൻ്റെ അകത്ത് ദൈവം പങ്കുവയ്ക്കുന്നത് ആമേൻ മറ്റൊരു ആത്മാവല്ല, ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യം എൻ്റെ കൂടെ പോയാൽ മതി. ആ സാന്നിധ്യമാണ് എന്നെ ജാതികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. മറ്റുള്ളവരിൽ നിന്നും എന്നെ വ്യത്യസ്തനാക്കുന്നത് എൻ്റെ പ്രസംഗമല്ല, എൻ്റെ ചിരിയല്ല, നമ്മുടെ ഒരു കഴിവുമല്ല, നമ്മുടെ മേന്മയല്ല, ശ്രേഷ്ഠതയല്ല. നമ്മളെ ഓരോരുത്തരെയും സമൂഹത്തിൽ വ്യത്യസ്തനാക്കുന്നത് ദൈവം അകത്തളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ആമേൻ. പരിശുദ്ധാത്മാവിനെ കൊണ്ടു നടക്കുന്നവരാകണം. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ.
ദൈവത്തിന്റെ മക്കളെന്ന അധികാരത്തിൽ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാകണം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ജഡത്തിൽ നമ്മൾ ജനിച്ചു, ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിച്ചു. എന്നാൽ ഇനിയുള്ള കാലം കർത്താവേ, അടുത്ത പരിശുദ്ധാത്മാവിനാൽ എനിക്ക് നടത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. കർത്താവേ, ഞാൻ ജഡത്തിൽ നടക്കുവാനല്ല, ജഡത്തിന് ഇഷ്ടം ഈ ദിവസങ്ങളിൽ ചെയ്യുവാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ എന്റെ അകത്തളങ്ങൾ പരിവർത്തിച്ച് എനിക്ക് വ്യക്തമായ ഒരു ആലോചന പറഞ്ഞു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവൻ ആലോചന ആത്മാവാണ്. യെശയ്യാ പ്രവാചക പുസ്തകം 11-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ, പെട്ടെന്ന് കിട്ടിയെങ്കിൽ വായിക്കാം, നമുക്ക് സമയത്തിന് പരിമിതികളുണ്ട്. ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ആമേൻ വചനത്തിൽ നിന്ന് വിരമിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ, അവിടെ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടുന്നൊക്കെ നമുക്ക് പ്രധാനം ചെയ്തിരിക്കുന്നല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ജീവിക്കുക മാത്രമല്ല, അത് തന്നെ ഒരു വിഷയമാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, പരിശുദ്ധാത്മാവിൽ നമ്മൾ ജീവിക്കുവാൻ മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടാൻ കൂടെ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ട്, മറ്റു ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് എവിടെ പോയെന്ന് അറിയത്തില്ല. അതല്ല, 24 മണിക്കൂറും എന്നെ നടത്തുവാൻ ആ ദൈവത്തിൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പകർന്നുവെങ്കിൽ ആ വലിയൊരു റിസോഴ്സ് എൻ്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ താല്പര്യമുള്ള മാത്രം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ ഈ ദിവസങ്ങൾ നടത്തണമേ. സ്തോത്രം, ഹല്ലേലൂയ. വഴിതെറ്റി പോകത്തില്ല, ആർക്കും വഴിതെറ്റി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മൾ എത്തേണ്ട മണ്ഡലങ്ങളിൽ ദൈവം നമ്മളെ എത്തിച്ചിരിക്കും. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ. ഹല്ലേലൂയ. എങ്ങനെയാ? ഒന്നാമത് വായിക്കുക. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം. നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മാവ് എന്ത് ആത്മാവാണ്? പലതരത്തിൽ നമുക്ക് അതിനെ കാണാൻ കഴിയും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ്, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. പതുക്കെ വായിച്ചാൽ മതി. സ്തോത്രം. നമുക്ക് പതുക്കെ വായിക്കാം. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. പിന്നെ ആലോചന പറഞ്ഞിരുന്ന ആത്മാവ്, ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോഭക്തിയുടെ ആത്മാവ്. അവന്റെ പ്രമോദം യഹോഭക്തിയെങ്കിലായിരിക്കും. അപ്പോൾ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ആമേൻ, അന്യഭാഷ പറയുവാൻ മാത്രമല്ല, സ്തോത്രം ചെയ്യാൻ മാത്രമല്ല, രോഗസൗഖ്യം നൽകുവാൻ മാത്രമല്ല, ഭൂതശക്തികളെ പുറത്താക്കുവാൻ മാത്രമല്ല, ദൈവിക ആലോചനകൾ കൂടി നമ്മുടെ മേൽ ഈ ദിവസങ്ങൾ തന്ന് വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ പരിവർത്തിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കിട്ടി. പക്ഷേ പരിശുദ്ധാത്മാവിനെ നടത്തിപ്പിക്കുന്ന ദൈവസഭയ്ക്കകത്ത് പലർക്കും ഇല്ലെന്ന്. ആമേൻ, അത് സത്യമാണ്. പക്ഷേ ദൈവ സാന്നിധ്യത്തിനകത്ത് ഇരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഞായറാഴ്ച ദിവസം പാസ്റ്റർ പറഞ്ഞുകൊണ്ടല്ല, ആമേൻ, ഭയത്തുകൊണ്ടല്ല, സ്തോത്രം, കർത്താവിനോടുള്ള സ്നേഹത്തോടെ, ദൈവത്തോടുള്ള ദാഹത്തോടെ ഞായറാഴ്ച കൂട്ടായ്മകൾ കടന്നു വരുന്നത് മാത്രമല്ല, ആമേൻ, കഴിയുന്നിടത്തോളം ദൈവത്തിൻ്റെ കൂടെ ചലിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവ മക്കളുടെ കൂടെ നടക്കാൻ തയ്യാറാകണം. ദൈവ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ആമേൻ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഈ ദിവസങ്ങളിൽ കർത്താവേ, അവിടുത്തെ നടത്തിപ്പിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പലരും ഈ വിശ്വാസം വന്നിട്ട് നിരാശരായി പോകുന്നവർ ഒരുപാട് പേരുണ്ട്. സ്തോത്രം. പക്ഷേ ദൈവത്താൽ നടത്തപ്പെടുവാൻ ഇടയാകുന്ന ദൈവമക്കളുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറപടിയായി ആമേൻ തക്ക സമയത്ത് നമ്മൾ ചലിക്കുന്ന സമയത്ത്, നമ്മൾ നടക്കുന്ന വഴിയിൽ അത് വെളിപ്പെട്ട് വരും. ദൈവിക വഴിയിലൂടെയാണോ, ദൈവത്തിന്റെ വചനം പറയുന്നിടത്തോടെയാണോ നമ്മൾ നടക്കുന്നത്, ആ വഴിയിൽ എനിക്ക് വേണ്ടി വെളിപ്പെടുവാനുള്ള ദൈവിക പദ്ധതികൾ അതിൽ ഞാൻ കാണുവാൻ തക്കമാണയാകും. സ്തോത്രം. അവിടെ മാറായ മധുരമാക്കുന്ന ജലമുണ്ട്, അവിടെ തീക്കൽ പാറയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വെള്ളമുണ്ട്. ഹല്ലേലൂയ. അവിടെ ചെങ്കടലിനെ പിളക്കുന്ന ആമേൻ ഒരു ദൈവശക്തിയുണ്ട്. അപ്പൊ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവർ, ദൈവത്തിന് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തിന്റെ ആത്മാവിൽ നടക്കുവാൻ തയ്യാറാകണം. ദൈവത്തിന്റെ വചനം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവചനത്തിന്റെ അനുസരണത്തിൽ നടക്കുവാൻ നമുക്ക് തയ്യാറാകാം.
ദൈവവചനത്തിന്റെ അനുസരണം ഞാൻ മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, പിന്നെന്താ സ്തോത്രം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല. അത് നല്ല കാര്യമാണ്. അതിനപ്പുറത്ത് ദൈവവചനത്തിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന സുവിശേഷ ഭാഗ്യങ്ങൾ സമയമുണ്ടെങ്കിൽ ഇന്നെടുത്തൊന്ന് ഒന്നുകൂടെ വായിച്ചു നോക്കുവാണെങ്കിൽ പുതിയ നിയമ പുസ്തകത്തിന്റെ പ്രമാണം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 വായിച്ചിട്ട് പറയാം, കർത്താവ് എനിക്കിങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ചില ദൈവിക വഴികൾ ദൈവശുദ്ധ നാമത്തിൽ തുറന്നു വരാൻ പോവുകയാണ്. മാറ്റം വേണ്ടേ? ആർക്കെങ്കിലും മാറ്റം വേണോ? എനിക്ക് മാറ്റം വേണം. ഹല്ലേലൂയ. ദൈവമായിട്ട് നടത്തിപ്പിനകത്ത് ഈ ദിവസം എനിക്ക് മാറ്റം വരണം. ദൈവശബ്ദം കേൾക്കുന്ന നാളുകളാക്കി മാറ്റണം. ജീവിതത്തിനകത്ത് സംഭവിക്കേണ്ട ചിലത് ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത് ഈ ദിവസങ്ങൾ ദൈവപ്രവൃത്തികൾ ജീവിതത്തിന് മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വലിയ കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞതേ. അപ്പൊ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ വേർപെട്ട ഒരു ജീവിതത്തിന് വേണ്ടി ഈ ദിവസം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണം. ആമേൻ. മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞത്, അതെ, ദൈവശബ്ദം, ദൈവത്തിന്റെ ബില്ല്, ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതം എന്താണെന്ന് അറിയുവാനൊരു താല്പര്യം ഉണ്ടെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവവചനം തിരിച്ചറിയാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ദൈവവചനത്തിന്റെ തിരിച്ചറിവുകളിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഇന്ന് വരെ ഈ വചനം കയ്യിരിപ്പുണ്ട്, പക്ഷെ ഒരു പിടിയും കിട്ടുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് ആമേൻ ചിലരുടെ ഹൃദയത്തിൽ യേശുവിന്റെ നാമത്തിൽ അതിനുവേണ്ടി ദാഹം നൽകട്ടെ. ഹല്ലേലൂയ. ആ വചനം കേൾക്കുവാൻ, അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവിൽ ഈ ദിവസങ്ങളിൽ പൂർണ്ണമായ കൺട്രോൾ, സബ്ജക്ഷനിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് തയ്യാറാകാം. ആമേൻ. പരിശുദ്ധാത്മാവിൽ ജീവിക്കുക മാത്രമല്ല, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. മറ്റൊരു ഭാഗത്ത് പറയുന്നു, സൂക്ഷ്മതയോടെ നടക്കണം. അജ്ഞാനികളായിട്ട് ജ്ഞാനികളായിട്ട് ഇത്ര നടപ്പാൻ നോക്കുക. സമയം തക്കത്തിൽ ഉപയോഗിക്കുക, സമയം തക്കത്തിൽ ഉപയോഗിക്കുക. സമയം മാത്രം ആമേൻ നമുക്ക് മടക്കി കിട്ടത്തില്ല, ബാക്കിയെല്ലാം ജീവിതത്തിൽ കിട്ടും. എന്നാൽ ആമേൻ ഈ ദിവസങ്ങൾ അജ്ഞാനികളായിട്ടുള്ള ഈ ദിവസം ജ്ഞാനികളായിട്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ കൂടെ നമുക്ക് ഈ ദിവസങ്ങളിൽ ഇരിക്കുവാൻ തയ്യാറാകാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ ആശ്വസിപ്പിക്കട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ. നമ്മൾ ഇരിക്കുക മാത്രമല്ല, നമ്മൾ നടക്കുക മാത്രമല്ല, ദൈവത്തോടു കൂടെ വസിക്കാൻ കൂടി തയ്യാറാണോ? ദൈവം നമ്മൾ ഇടപെടുവാൻ തയ്യാറാകും. എമാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ ആമേൻ വളരെ മ്ലാനവരായിട്ടാണ് പോകുന്നത്. അവർ പറഞ്ഞു, യേശു എന്ന ഒരാൾ ഉണ്ടായിരുന്നു, ആരൊക്കെയോ പിടിച്ച് ആമേൻ കർത്താവിനെ അവരെ കല്ലറയ്ക്കുള്ളിൽ കുഴിച്ചിട്ട് ആ കർത്താവ് ആമേൻ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ആമേൻ ആരൊക്കെയോ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ ആ ശരീരത്തെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയതാ. ആമേൻ സ്വതം ഇനിയിപ്പോ ഒന്നും നടക്കും തോന്നില്ല. വാക്തത്വങ്ങളൊക്കെ തീർന്നു. എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ മ്ലാനവതരായ ആമേൻ ഭാഗത്തോടെ പോകുന്ന അവരുടെ കൂടെ 7 മൈലോളം യേശു നടന്ന് അവരോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. അവരുടെ കൂടെ നടക്കുന്ന 7 മൈൽ ബെൻസുകാരി പോകുന്ന ദൈവത്തെ ആരാധിക്കുന്നത് 7 മൈലോളം എൻ്റെ കൂടെ ആമേൻ ഈ ജീവിതത്തിന്റെ വഴിത്താരകളുടെ എന്നോട് സംസാരിച്ച് ദൈവത്തിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തി, യേശു ആരാണെന്ന് വെളിപ്പെടുത്തി, യേശു എന്തിനു മരിച്ചു, എന്ത് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വ്യക്തമായി അവർക്ക് ആമേൻ സ്വന്തം ആവശ്യമായിരിക്കുന്ന ജ്ഞാനത്തെ കൊടുത്ത് അവരുടെ കൂടെ നടന്ന് അവരുടെ ഹൃദയങ്ങളെ തുറന്ന് യേശുവിനെ ആരാധിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ നിരാശ എൻ്റെ ദൈവം മാറ്റാൻ കർത്താവ് ഇടയാകും. അവിടെ പറയുന്നുണ്ട്, കർത്താവ് കടന്നു പോകാൻ ഭാവിച്ചപ്പോൾ അവർ കരങ്ങൾ പിടിച്ചിട്ട് പറഞ്ഞു, കർത്താവേ അല്പസമയം കൂടി ഞങ്ങളുടെ കൂടെ ഒന്നിരിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെ ഈ ദിവസങ്ങൾ നമുക്ക് ഇരിക്കാൻ തയ്യാറാകാം. നമ്മുടെ ഹൃദയ കണ്ണുകളെ പരിശുദ്ധാത്മാവ് പ്രകാശിക്കട്ടെ. ഹൃദയ കണ്ണുകൾ, ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു ദൂത് ചിലരോടുള്ള ഹൃദയ കണ്ണുകൾ പ്രകാശിക്കാത്ത ചിലരുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ തുറക്കുവാൻ അങ്ങനെയുള്ളവരെന്ന് പ്രാർത്ഥിക്കുക. ആമേൻ. കൈ പൊക്കണമെന്നില്ല, ഹൃദയം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവേ എൻ്റെ ഹൃദയ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണം. വചനം വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, എൻ്റെ ഈ ബുദ്ധിയിലേക്ക് മാത്രമേ അത് വരുന്നുള്ളൂ, എൻ്റെ ഹൃദയത്തിലേക്ക് ആ ദൈവവചനത്തിൻ്റെ പ്രകാശം ലഭിക്കുന്നില്ല. ആമേൻ. അത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുകയാണ്. അതിനുവേണ്ടി ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തരണമേ, ആ വെളിപ്പാട് എനിക്കൊന്ന് തരണമേ. അങ്ങനെ ആമേൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചാട്ടെ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ജീസസ് വി താങ്ക് യു ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കായി കർത്താവെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം ഇന്ന് പകൽ നിന്ന് വെക്കണമേ. ലിനിയായുടെ ഹൃദയത്തെ ദൈവം തുറന്നുവെങ്കിൽ ആമേൻ സ്തോത്രം. കർത്താവെ പ്രസംഗിച്ച പത്രോസിന്റെ പൗലോസിന്റെ ശബ്ദം കേട്ടപ്പോൾ ആമേൻ വചനം തിരിച്ചറിയാൻ കഴിയാതിരുന്നപ്പോൾ ഹൃദയവാഞ്ചയോടെ ആ ശബ്ദം കേൾക്കുവാൻ തയ്യാറായ ലിനിയായുടെ ഹൃദയത്തെ ദൈവമേ ഒന്ന് തുറന്നുപോലെ ഇന്ന് പകലിൽ കേൾക്കുന്ന ചിലർ ഹൃദയങ്ങൾ കർത്താവെ ഈ ദിവസങ്ങളിൽ വചനം വെളിപ്പെടാതെ നിൽക്കുന്ന, അതിനെ മറയ്ക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ശാസിക്കുന്നു. അത് അഴിഞ്ഞ് മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. ഇന്ന് മുതൽ ഒരു മാറ്റം വരട്ടെ. ഇന്ന് മുതൽ മാറ്റം വരട്ടെ.
ഒരു മറ നീങ്ങുന്ന പോലെ ഈ ദിവസങ്ങളിൽ വെളിപ്പാട് യേശുവിനകത്ത് വെളിപ്പെടെ. എവിടെ ക്രിസ്തു ഉണ്ടോ അവിടെ ആത്മാവുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആത്മാവ് മോശയുടെ മുഖത്തിട്ട മൂടുപടം മാറിപ്പോയതുപോലെ ക്രിസ്തുവിൽ ഒരുവൻ പുതിയതായി ജനിക്കപ്പെട്ടെങ്കിൽ അവിടെ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ വെളിപ്പാടുണ്ട്. വെളിപ്പാട് ആത്മാവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ വെളിപ്പെടട്ടെ. ചില അന്യാരാധന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. In the name of Jesus Christ. I just want to tell one word that today many people got deliverance. Church in the New Testament should be like this. This is what but God has done. This is God's doing. This pastor's wife, children, somehow God has strengthened them and made them to build a church here. This is going to explode in Kottayam. Praise the Lord. Definitely, God insists that if you don't have any so-called traditional roots. Today morning when I told, ഞാൻ പറയുമ്പോൾ പറഞ്ഞു, കൂടുതൽ സത്യം അറിയുന്ന എന്ന ആവശ്യം. ജീസസ് പറഞ്ഞു, ഞാനേ സത്യം, ഞാനേ വഴി, ഞാനേ ജീവൻ. അപ്പം കൂടുതൽ ലെക്ചർ കൊടുത്തിട്ട് റിട്രീറ്റ് വെച്ചിട്ട് എന്നാ ആവശ്യം? പോയി പറയുക, ജീസസിനെ കുറിച്ച് മറ്റവരോട് പറയുന്ന ശക്തി വേണം. നമുക്ക് ഫസ്റ്റ് ശക്തി വേണം. നാം റെഡി ആകണം. നാം റെഡി ആയിട്ട് മറ്റൊരു ട്രഡീഷൻ ഉള്ളവരോട് കൂടെ ജീസസ് നേസിക്കുന്ന പറയുന്ന സമയം അവിടെ വിടുതൽ ഉണ്ടാകും. അപ്പോൾ അവർ വരും. ഇങ്ങനെയാണ് എക്സ്പ്ലോർഡ് ആകുമ്പോൾ ഹ്യൂമിലിറ്റി കൂടുതൽ വേണം. ഇതേ ശക്തിയും ഇതേ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനു വേണ്ടി ആണ് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയത്. ഒരു നല്ല പ്ലേസാണ് ജീസസ് എല്ലാവരെയും കൊണ്ടുവന്നത്. ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നവരെ, തമിഴ്നാട് പോകാൻ മുൻപ് ഇവിടെ ഇരിക്കുന്നവരെ, ഞാൻ ഉൾപ്പെടെ എല്ലാവരെയും ജീസസ് ആണ് ഇവിടെ കൊണ്ടുവന്നത്. ഇതിൽ തരിത്തിരിക്കുക. എൻ്റെ ഒരു ചെറിയ സജഷൻ മാത്രം, വേറെ ഒന്ന് ലീലി ഗാഡോട് കൂടെ ചോദിക്കുമ്പോൾ ഒരു വലിയ ചർച്ചായിട്ട്, ജീസസിൻ്റെ ഗ്ലോറി പറയുന്ന ചർച്ചായിട്ട്, ഗ്ലോറി ഫീൽ ചെയ്യുന്ന ചർച്ചായിട്ട് ഇത് മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് തീർക്കാം. വി ആൾ ലെറ്റ് us pray. നമുക്കെല്ലാവരും ജീസസ് നോക്കി പ്രാർത്ഥിക്കാം. ഞാൻ ജസ്റ്റ് ഒരു വാക്ക് പ്രാർത്ഥന മാത്രം ചെയ്യാൻ ജയ്മോനെ വിളിക്കുക. ജസ്റ്റ് ഒരു പ്രാർത്ഥന ചെയ്ത് വിളിക്കാം. Praise the Lord. Glory to Jesus. സ്തോത്രം, 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 സ്തോത്രം. ശൗലിൻ്റെ മകനായ യോനാഥാന് 2 കാലും മുടന്തായിട്ടൊരു മകനുണ്ടായിരുന്നു. ഇസ്രായേലിൽ നിന്ന് ശൗലിൻ്റെയും യോനാഥാൻ്റെയും വർത്തമാനം എത്തിയ സമയം അവൻ 5 വയസ്സായിരുന്നു. അപ്പോൾ അവൻ്റെ ധാത്രി സെർവൻറ്റ് അവനെ എടുത്തുകൊണ്ടോടി. അവൾ ബന്ധപ്പെട്ടോടുമ്പോൾ അവൻ വീണ് മുടന്തനായിപ്പോയി. അവന് മെഫീബോശേത്ത് എന്ന് പേർ. കർത്താവേ, സ്തോത്രം. ഈ നല്ല സമയത്തിനായി നന്ദിയപ്പ. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സഭയായി ഉയർത്തുന്നപ്പ. ആസ് വി ആർ ഇൻ ദിസ് അപ്പർ റൂം, കർത്താവേ, ഇതൊരു അപ്പർ റൂമാണല്ലോ ലോർഡ് ജീസസ്. ഇതൊരു 3rd ഫ്ലോറാണ്. ഇതൊരു അപ്പർ റൂമാണ്. അപ്പോസ്തല പ്രവൃത്തി 2 കർത്താവേ, ഹല്ലേലൂയ, കർത്താവായ യേശു കൊടുത്ത വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു കൂട്ടം അപ്പോസ്തല പ്രവൃത്തി 2 ഒരു അപ്പർ റൂമിൽ അവർ കാത്തിരുന്നു. അവരധികം പേരില്ലായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ, കർത്താവെ, തീയായി ഇറങ്ങി വന്നപ്പോൾ, കാറ്റായി, കർത്താവെ, പിളർന്നിരിക്കുന്ന അഗ്നിനാവായി ഓരോരുത്തരുടെ മേലും പതിഞ്ഞ പരിശുദ്ധാത്മാവ് സഭയോട് അനേകരെ ചേർത്തെന്ന് എഴുതിയിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുന്ന ഒരു സഭയായി ഇത് തീരട്ടെ അപ്പ. കർത്താവെ, ചിലർ അവരെ കെയർ ചെയ്യേണ്ടിയിരുന്ന ധാത്രിമാർ, സെർവൻസ്, അല്ലെങ്കിൽ അവർ ഓടിയ വഴിക്ക് അവരെ നിലത്തിട്ട് കളഞ്ഞത് നിമിത്തം കർത്താവെ, മുടന്തരായി പോയ ചിലരുണ്ടെങ്കിൽ കർത്താവെ, അവരെ കെയർ ചെയ്യേണ്ടവർ കെയർ ചെയ്യാത്തത് നിമിത്തം ദൈവമേ, കെയർഫുള്ളായിട്ട് എടുത്തുകൊണ്ട് ഓടേണ്ടിയ കർത്താവെ, അടുത്ത വാഗ്ദത്ത സന്തതിയെ, അടുത്ത നിയോഗമുള്ളവരെ
കർത്താവേ ഹല്ലേലൂയ. ശൗലിൻ്റെ മകനായ യോനാഥാൻ അടുത്ത രാജാവാകേണ്ടതാ. യോനാഥാൻ്റെ മകനായ മെഫീബോശത്ത് അടുത്ത രാജാവാകേണ്ടതാ. അത് തൻ്റെ വെളിയിലേക്ക് വരേണ്ടതാ. ആ വെളിയിലേക്ക് വരുവാനുള്ളവനെ എടുത്തുകൊണ്ടോടിയ അവൻ്റെ അവളെ നിലത്തിട്ട് കളഞ്ഞത് നിമിത്തം ആ കുഞ്ഞ് ലൈഫ് ലോങ് ഡിസബിൾ ആയല്ലോ കർത്താവേ. എന്നാൽ ദൈവത്തിൻ്റെ കരുണ ദാവീദിലൂടെ വെളിപ്പെട്ട് ഇതേ മെഫീബോശത്തിനെ രാജാവിൻ്റെ മേശയ്ക്കിൽ ഒരു സ്ഥാനം കൊടുത്ത് നിർത്തിയതുപോലെ കർത്താവേ ചിലരെ യേശു റീസ്റ്റോർ ചെയ്യുന്നതിനായി നന്ദി. സഭയർ ഹല്ലേലൂയ റീസ്റ്റോർ ചെയ്യുന്നതിനായി നന്ദി. ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടട്ടപ്പ. ശരീരത്തിൽ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. അവിടുത്തെ അടിപ്പിണരകാലുള്ള ശക്തി കർത്താവെ റിവീലാകട്ടെ. ആത്മസാന്നിധ്യം ഇറങ്ങട്ടപ്പ കർത്താവെ. സഭ ജീവനുള്ളത്, സഭയിൽ ജീവനുണ്ട്. ആ ജീവൻ യേശു ക്രിസ്തുവിൽ വ്യാപരിക്കുന്ന ജീവൻ ഈ സഭയിൽ വ്യാപരിക്കട്ടപ്പ. രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടപ്പ കർത്താവെ. സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധാത്മാവിന് വിട്ടുതരുന്നപ്പ. അങ്ങയുടെ നാമം മഹത്വപ്പെടുക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ഒരു പാട്ട് പാടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു പാട്ട് പാടി നമുക്ക് മടങ്ങിപ്പോകാം. നമ്മൾ സാധാരണ 10:45 ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10:30 ആണ് യുവർ ടൈം. ബട്ട് സംടൈംസ് വി ഗെറ്റ് ഡിലേഡ്. ബട്ട് ടുഡേ ഐ തിങ്ക് ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി മൂഡ് അഹെഡ്. ബട്ട് ഐ ബിലീവ് ദറ്റ് പരിശുദ്ധാത്മാവ് കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നീക്കത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് തീർച്ചയായിട്ടും അത് അനുഗ്രഹത്തിനാക്കി മാറ്റി. ഒരല്പമെങ്കിലും ഒരു ഇഞ്ചെങ്കിലും കർത്താവിനോട് അടുക്കാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അതൊരു ഭാഗ്യമാണ്. സ്വതം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കടന്നു വന്ന് വ്യർത്ഥമായി തീരത്തില്ല. ഗോഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് മാർവലസ് ഇൻ അവർ ലൈഫ്സ്. ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ പദ്ധതിയുണ്ട്. ദൈവത്തിന് വലിയ സമയമൊന്നും ആവശ്യമില്ല. ഓരോ ദിവസവും 1000 വർഷവും യഹോവയ്ക്ക് ഒരുപോലെയാണെന്ന് തിരിച്ചറിയുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. 1000 വർഷവും ഒരു ദിവസവും യഹോവയ്ക്ക് ഒരുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ ചിലത് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, സമയം കഴിയുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം വേണം. ഒരു ദിവസം കൊണ്ട് 1000 വർഷം നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ കഴിയുന്ന ദൈവമുണ്ട്. 365 വർഷത്തോളം നഷ്ടപ്പെട്ട ഒരു രാത്രികാലം കൊണ്ട് മടക്കി തന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നെങ്കിൽ അവൻ അതിന് വഴി നടത്തിയ ദൈവം കൈവിടാതെ അവസാനത്തോളം ദൈവത്തിന്റെ കരമൊഴിയുന്നുവെങ്കിൽ മേഘസ്തംഭം മാറിപ്പോയില്ല, അഗ്നിത്തൂണ് മാറിപ്പോയില്ല. യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശത്ത് കാലുകുത്തിയപ്പോൾ തിരുവചനം പറയുന്നു, ആമേൻ, മേഘസ്തംഭം പിന്നെ അവർ കണ്ടിട്ടില്ല, അഗ്നിത്തൂൺ അവർ കണ്ടിട്ടില്ല. അവർ ദേശത്തിന്റെ നന്മ അനുഭവിച്ച് ദൈവം നടത്തുവാനിടയാക്കിയെങ്കിൽ ഈ ദിവസങ്ങളിൽ ചില വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് നമ്മുടെ കൂടെ വഴി നടത്തുവാൻ ദൈവയുടെയാക്കി നമുക്ക് ഒരുമിച്ച് കഥാവിന്റെ പാട്ട് പാടി നമുക്ക് മഹത്വപ്പെടുത്തി വണങ്ങുന്നു. എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു, എന്നെ നന്നായി അറിയും എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അപ്പൻ താനോലിക്കുമ്പോൾ എന്നെ െ വായിച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേയില്ല. ഉള്ളം കാരത്തിലെന്നെ വായിച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേയില്ല. എന്നെ നന്നായി അറിയാൻ എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു, എന്നെ നന്നായി അറിയാൻ എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എൻ മുഖം മാറില്ല, ലജ്ജിതനായി തീരില്ല,
നിന്ദിച്ചവരുടെ മധ്യത്തിൽ എന്നും മുഖം പാടില്ല, രക്ഷിതനായി തീരില്ല. നിന്ദിച്ചവരുടെ മധ്യത്തിൽ വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി തുറക്കും എന്റെ പ്രാണനായവൻ യേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി തുറക്കും എന്റെ പ്രാണനായവൻ യേശു. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ കാലോലിക്കുമ്പോൾ എന്നെ നാഥൻ വാടി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ കാലോലിക്കുമ്പോൾ എന്നെ നാഥൻ വാടി നടത്തും. എന്നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേൻ അന്ത്യകാല സംഭവങ്ങളാൽ. എന്നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേൻ അന്ത്യകാല സംഭവങ്ങളാൽ. എന്ന നിറച്ചിടാം കാത്തു കാത്തിരുന്നിടാം പ്രിയൻ വരവിനായി. എന്ന നിറച്ചിടാം കാത്തു കാത്തിരുന്നിടാം വരവിനായി. എന്ന പ്രിയൻ കാത്തു കാത്തിരുന്നിടാം പ്രിയൻ വരവിനായി. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകൻ യേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകൻ യേശു. അപ്പനോമനിക്കുമ്പോൾ അപ്പൻ കാലോലിക്കുമ്പോൾ ഏനാഥൻ വാടി നടത്തും. അമ്മോമനിക്കുമ്പോൾ അപ്പൻ കാലോലിക്കുമ്പോൾ എന്നെ നാഥൻ വാടി നടത്തും. അമ്മോമനിക്കുമ്പോൾ അപ്പൻ കാലോലിക്കുമ്പോൾ എന്നെ നാഥൻ വാടി നടത്തും. അമ്മോമനിക്കുമ്പോൾ എന്നെ നാഥൻ വാടി നടത്തും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നും മാറിപ്പോകാത്ത ദൈവ സാന്നിധ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ വചനം മാറുകയില്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തം മാറത്തില്ല, കർത്താവിൻ്റെ സാന്നിധ്യം ഒരു നാളും മാറിപ്പോകത്തില്ല. കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ട്, യേശു നമ്മുടെ കൂടെ ഇരിക്കും. നമ്മൾ കർത്താവിൻ്റെ ആ സാന്നിധ്യം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമുക്ക് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് നമ്മളെ വഴി നടത്തുന്ന ഒരു നല്ല ദൈവം യഹോവ റാഫയായ യഹോവ, അതേ സ്തോത്രം, നല്ല ഇടയനായ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ വരവിൻ്റെ സമയമായി നമുക്കെല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആ ലക്ഷ്യത്തിൽ നമ്മൾ ചെല്ലണം. സ്തോത്രം. അതിനായി ദൈവം നമ്മളെല്ലാവരും ഒരുക്കട്ടെ. കർത്താവിൻ്റെ വരവെങ്കിൽ വാനമേഘങ്ങൾ കർത്താവ് വെളിപ്പെടുമ്പോൾ നമ്മളെല്ലാവരും അവിടെ ചെന്നെത്താൻ ഇടയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ ഒരുമിച്ചായിരിക്കുന്ന ദിവസമുള്ളതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്നതിനായി സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും ദൈവിക നടത്തിപ്പിൽ ദൈവം നമ്മളെ വഴി നടത്തും. ദൈവശബ്ദം ഇതിനകത്തിരിക്കുന്ന ചിലർ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരും നാളുകളിൽ ഇതാണ് വഴി, ഇതിലെ പോകുക എന്നൊരു ശബ്ദം അത് ഏതെങ്കിലും തലങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടും. ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കാനുണ്ട്, ചില വഴികൾ തുറക്കുവാനുണ്ട്, ചില മണ്ഡലങ്ങൾ ഈ ദിവസങ്ങൾ വെളിപ്പെടുവാനുണ്ട്. അതിനെല്ലാം ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. തടഞ്ഞിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വഴി മാറിപ്പോകുന്നതിനായി സ്തോത്രം. ചില വഴികൾ തുറന്നു വരാൻ പോകുന്നതിനായി സ്തോത്രം. വിശാലതകളിലേക്ക് ദൈവം തന്റെ ജനത്തെ വഴി നടത്താൻ പോകുന്നതിനായി സ്തോത്രം. ശക്തമായ ദൈവകരങ്ങൾക്കുള്ളിൽ ദൈവം തന്റെ ജനത്തെ പണിയുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കരം വെച്ച് കർത്താവിനെ രാത്രി പകൽക്കാലവും ആശീർവദിച്ച് മടക്കി അയക്കുന്നതിനായി നമുക്ക്
നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. സ്വർഗ്ഗപിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവോത്തമ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന ദൈവ പരിശുദ്ധാത്മൻ്റെ സഹവാസവും സാന്നിധ്യവും നമ്മുടെ എല്ലാവരും കൂടെ കർത്താവിൻ്റെ വരവിലേക്കും ഇരിക്കുമാറാകട്ടെ. ക്രിസ്തു മുഖാന്തരം തന്നെ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ആമേൻ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാരാനാഥ. ആമേൻ. കർത്താവേ വരണമേ. സ്തോത്രം.